Okay, please. സുരഭികം തുടങ്ങിക്കോളൂ കേട്ടോ. വെരി വെരി ഹാപ്പി ലവ്ലി മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാത്തിമ സൂറ എന്നാണ്. വളാഞ്ചേരിക്ക് അടുത്താണ് എൻ്റെ വീട്. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ, എനിക്ക് ഒരു മഹത്തായ അവസരം നൽകിയ ദൈവത്തിന് ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ മൊസൈൽസിലെ ഒരു ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അപ്ലൈന റഷീദമ്മയുടെ എനിക്കൊരു അവസരം പരിചയപ്പെടുത്തുന്നത്. അവർക്ക് ഞാൻ അവസരത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ ഒരു നിരന്തരമായ ഫോളോ അപ്പിലൂടെ ഞാനൊരു പ്രോഗ്രാമിൽ എത്തുന്ന സമയത്താണ് എനിക്ക് അവസരത്തിന്റെ സാധ്യതകളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്കും എൻ്റെ ഫാമിലിക്കും ആരോഗ്യവും വരുമാനവും കിട്ടുന്നതോടൊപ്പം എനിക്ക് മറ്റുള്ളവരിലേക്കും അത് എത്തിക്കാൻ കഴിയുന്നതിലൂടെ എനിക്കും സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു അവസരത്തിലൂടെ ചെയ്യാൻ കഴിയും എന്നൊരു ഉത്തമ ബോധ്യം എനിക്ക് വന്നു. എന്നൊരു ബോധ്യം എനിക്ക് വന്നു. എൻ്റെ സ്വപ്നങ്ങളെ എനിക്ക് റീഇഗ്നേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അതിന് എൻ്റെ ലീഡേഴ്സ് എനിക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി SBG ഒരുക്കി തരുന്ന മോർണിംഗ് സെഷൻ റീഇഗ്നേറ്റ് പ്രോഗ്രാമുമായിട്ടാണ് ഐഫ്രൈസ് മീറ്റ് ആയിക്കോട്ടെ ഈ ബിസിനസ്സിലേക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള വലിയൊരു ഊർജ്ജമായിട്ടുള്ള ഒരു ചാലകശക്തിയാണ്. അതുകൊണ്ട് തന്നെ SBGയുടെ ഫൗണ്ടർ മനോജ് സാറ് ആൻഡ് ലതാ മാഡത്തിനും ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തി ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ പല ഭാഷകളിലായി ഒരു വ്യാഴവട്ടക്കാലം ടീച്ചിങ് രംഗത്തും ട്രെയിനിങ് രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉന്നത പദവിയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ സഹപ്രവർത്തകരിൽ നിന്നും ഈ ഒരു അവസരത്തെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് തന്റെ കഴിവുകളെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി അത് മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ ഇൻഡസ്ട്രിയെ വളരെ സീരിയസ് ആയി പ്രൊഫഷണലായി ഏറ്റെടുത്ത സമയത്ത് ഇത് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും നിരവധി ഫാമിലികളിലേക്ക് ആരോഗ്യവും വരുമാനവും എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ ശിഷ്യഗണങ്ങൾക്ക് അവർ മാത്രമല്ല അദ്ദേഹത്തിന് അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ജീവിതവും കൂടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്റെ മെന്റർ കൂടിയായ അദ്ദേഹത്തിനെ ഇന്ന് ക്ഷണിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ഞാൻ ഈ സ്പോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന തയ്യാല സ്പോട്ടിലേക്ക്. Thank you. Happy and lovely morning to all of you. Let me just share the slides. Okay, 1 second please. Sorry. um, ഓക്കെ, സോറി ഡിയേഴ്സ്. സുരഭികം സ്ക്രീനിൽ കാണുന്നു വിശ്വസിക്കുന്നു. ഓക്കെ,
താങ്ക് യു മെഡിയേഴ്സ്. വളരെ വണ്ടർഫുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹാപ്പി ആൻഡ് ലവ്ലി മോർണിംഗ് ടു ഓൾ ഓഫ് യു വൺസ് അഗൈൻ. സോറി ബീങ് എ ലിറ്റിൽ ബിറ്റ് ലൈറ്റ്, ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണത്താൽ സോറി. സൂറ ബീഗം വളരെ സുന്ദരമായിട്ട് ബിസിനസ്സിനെ സമീപിക്കുന്ന ഒരു മോസ്റ്റ് പവർഫുൾ ലേഡി ലീഡറാണ്. ആൻഡ് ആൾസോ എന്താ പറയുക, വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമിൽ ഒരു ഉണ്ണിയാർച്ച പദവി നൽകിയിരിക്കുന്ന ഒരു ലേഡി പവർഫുൾ ഐക്കണാണ്. ബിക്കോസ് ഇന്നലെ MC ആണ് എന്നറിഞ്ഞപ്പോൾ വൈകുന്ന സമയത്ത് ഏകദേശം മൊബൈലിൻ്റെ ചാർജിങ് പോലും അത്ര കണ്ട് കംപ്ലീറ്റ് അല്ല എന്ന് കണ്ടപ്പോൾ കണ്ണും ചുമ്മി ഉഷാറായിട്ട് ടൗണിൽ പോയിട്ട് ഒരു പുതിയ മൊബൈൽ വാങ്ങിയിട്ട് ഇന്നൊരു മൊബൈൽ അച്ചീവർ കൂടിയാണ്. ഇന്നലെ വാങ്ങിയത് ഐഫ്ലൈസിലെ MC ആണ്. ഇനി അത് ചാർജിങ് പ്രശ്നം വരരുത് എന്ന ധൈര്യത്തിൽ ഒരു പുതിയ വിവോ മൊബൈൽ വാങ്ങിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. റിയലി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ഈ ബിസിനസ്സിനകത്ത് വന്നപ്പോൾ ആണായാലും പെണ്ണായാലും ചെറുതായാലും വലുതായാലും നമുക്കൊക്കെ മനസ്സ് വികസിച്ചു എന്നതാണ്. സമ്പത്ത് ഒരുപാട് നമ്മളെ കയ്യിലുണ്ടാകും, പക്ഷെ ഒരു സാധനം വാങ്ങാനുള്ള ധൈര്യം എന്ന് പറയുന്നത്, അതാണല്ലോ ഒരു വസ്തു വാങ്ങാൻ നമുക്ക് ആദ്യം വേണ്ടത്. ഫണ്ടിനേക്കാൾ വേണ്ടത് ഗഡ്സാണ്. എനിക്കത് വാങ്ങാൻ പറ്റും, ഐ ക്യാൻ മാനേജ് ദ ഫണ്ട്. അത് ആ ഒരു വിശ്വാസത്തിലേക്ക് നൂറുകണക്കിന് വീട്ടമ്മമാരെയും നാട്ടുകാരെയും പ്രൊഫഷണൽസിനെയും ഓർഡിനറി പീപ്പിളിനും ഒക്കെ മാറ്റാൻ സക്സസ് ബ്രീ ഗ്ലോബലിനും അതേപോലെ തന്നെ നമ്മുടെ മൈ ലൈഫ് സിസ്റ്റത്തിനൊക്കെ ആയി എന്നതിലെ ചാരിതാർത്ഥ്യവും സന്തോഷമാണ്. സോ വെൽക്കം വൺസ് അഗെയിൻ. ഐ റിയലി താങ്ക് ടു ഓൾ മൈ ഗോഡ് Allah and also my entire leaders and partners, and also my great upline and sponsor, my mentor Mr. Shoaib sir, and great leaders like Altaf sir and entire leaders. First of all, really most importantly നമ്മുടെ ഗ്രേറ്റ് മനോജ് സാർ ആൻഡ് ലത മേഡം ആൻഡ് എൻറ്റയർ മൈ സക്സസ് പാർട്ട്നേഴ്സ് ആൻഡ് ആൾസോ മൈ ഗ്രേറ്റ് ടീം ആസ് ഐ കോൾ ദം ട്രില്യനേഴ്സ്, എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. വെൽക്കം ഓൾ ഓഫ് യു. ഈ തുന്നിക്കൂട്ടിയ ഡയമണ്ട് പോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു ഡയമണ്ടാണ്. ഗോൾഡ് വലയത്തിനകത്ത് നാളെ ലോകം കാണാനിരിക്കുന്ന സ്വർണ്ണമയം ചാർത്തിയ ഡയമണ്ടുകളായി നിങ്ങൾ മാറട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. സോ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഹാബിറ്റ്സ് ഓഫ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അത് കാലോചിതമാണ്, സമയോചിതമാണ് എന്നുള്ളതിൻ്റെ തിരിച്ചറിവും പല ആളുകൾക്കും അതൊരു ഉണർന്ന് ചിന്തിക്കാൻ ഒരിക്കൽ കൂടി ഒരു അവസരം എന്ന വിശ്വാസവുമാണ് ഇന്ന് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 15 മില്യണിലധികം കോപ്പികൾ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക്, അത് പറഞ്ഞ സമയത്തായിരുന്നു 15, ഇന്ന് കോടിക്കണക്കിനാകുന്ന ആളുകൾക്ക് ഉണർന്ന് ചിന്തിക്കാൻ, വളരാൻ, സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ സഹായകമായിരിക്കുന്ന എല്ലാ പ്രൊഫഷണൽസും ഇന്നൊരു തൻ്റെ കയ്യിലെ ഒരു ബിബ്ലിക്കൽ ഫോഴ്സ് പോലെ കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകമാണ് ദ 7 ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ജീവിതത്തിൽ നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കുക, വി കാൺ ചേഞ്ച് ദ ഡെസ്റ്റിനി. ലോകം പറയുന്ന വാക്കാണ്. നമുക്കൊരിക്കലും നമ്മളെ വിധിയെ മാറ്റാൻ പറ്റില്ല എന്നാണ്. ബട്ട് വി ക്യാൻ ചേഞ്ച് ദ ഹാബിറ്റ്സ് എന്നാണ്. നമുക്ക് നമ്മുടെ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്യുക. ദർ ദ ഹാബിറ്റ്സ് ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി എന്നാണ്. നമ്മുടെ ഹാബിറ്റിന് വേണമെങ്കിൽ നമ്മുടെ വിധിയെ ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വിധി മാറ്റാൻ പറ്റും. നമ്മളുടെ വിധി നിർണ്ണയിക്കാൻ, നമ്മൾ എന്തായിട്ടാണ് നാളത്തെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് നിർമ്മിക്കാൻ എങ്ങനെ പറ്റും? നമ്മളുടെ ഹാബിറ്റിനെ ചേഞ്ച് ചെയ്താൽ പറ്റുന്നതാണ്. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഈ ഇൻഡസ്ട്രിക്കകത്ത് ഹാബിറ്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള അതേ ഹാബിറ്റുകൾ തന്നെ ഈ ബിസിനസ്സിനകത്തുമുണ്ടെങ്കിൽ അത് വലിയ ഡേഞ്ചറാണ്. നമ്മളെന്ന വ്യക്തിയെ തച്ചുടച്ചു വാർക്കാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഒരു ഡയമണ്ട് ജന്മം കൊള്ളുന്നത്. ആക്ച്വലി ഇത് പറയുമ്പോൾ നമ്മളൊരു കഥ ഓർക്കാറുണ്ട്. ആക്ച്വലി കഥയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളുടെ ഏതോ ഒരു എന്താ പറയുക, കിണറ്റിലേക്ക് ഒരു SI സാറ് വീണ ഒരു കഥ പറയാറുണ്ട് എല്ലാവരും. കിണറ്റിലേക്ക് വീണ SI എടുക്കാൻ വേണ്ടി പോലീസുമാരെല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ ഓടി വന്നു. പോലീസുകാരൊക്കെ കയറിട്ടു ഇറക്കി. പോലീസ് SI സാറെ അതിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് ലാസ്റ്റ് അതിൻ്റെ കിണറിൻ്റെ ലാസ്റ്റ് വായുമുഖത്തേക്ക് എത്തിയപ്പോൾ, അതിൻ്റെ രക്ഷയുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തിയ സമയത്ത് SIയെ കണ്ടതും കയറി പിടിച്ച മുഴുവൻ പോലീസ് ഓഫീസേഴ്സും സെലക്ട് അടിച്ചത്രേ. ഉടനടി തന്നെ നേരെ SI സാറ് താഴത്തോട്ട് പോയി. ആ സമയത്ത് വീണ്ടും ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സിന് സെല്യൂട്ട് അടിക്കുക, യമാനെ കണ്ടാൽ എന്ന ആ സാധനം, അല്ലെങ്കിൽ തൻ്റെ സുപ്പീരിയർ ഓഫീസറെ കണ്ടാൽ സെല്യൂട്ട് അടിക്കുക എന്നുള്ളത് ജന്മസിദ്ധമായ ഒരു ഹാബിറ്റാണ്. അത് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് SIക്ക് കിണറ്റിൽ നിന്ന് കയറാൻ പറ്റാണ്ടായപ്പോൾ നേരിട്ട് ഈ കേസ് നമുക്ക് SI എന്താ പറയുക, രക്ഷിക്കാൻ ഇനി നമുക്ക് SP മാരെയോ DYSP മാരെയോ ഹൈ റാങ്കിലുള്ള ആളുകളെ സുപ്പീരിയറിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഓഫീസേഴ്സ് വന്നു അത്രേ. അങ്ങനെ അവർ പൊക്കിയെടുത്ത് വലിച്ചെടുത്ത് ലാസ്റ്റ് കിണറ്റിൻ്റെ വായുമുഖത്തെത്തിയപ്പോൾ പെട്ടെന്ന് SI സാറ് കണ്ടത് DYSPനെയാണ്. ഓൺ ദ സ്പോട്ടിൽ എന്താ ചെയ്യും, SI സാറ് സെലക്ട് അടിച്ചു. അങ്ങനെ വീണ്ടും താഴത്തോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കോമഡി സാങ്കല്പിക കഥയാണെങ്കിലും അതിനകത്തൊരു ചിന്തിക്കാനൊരു വാക്കുണ്ട്. എന്താണ്? ഒരിക്കലും രക്ഷപ്പെടാൻ നമ്മളുടെ പഴമയുടെ ഹാബിറ്റ് കൊണ്ട് സാധ്യമാകില്ല എന്നതാണ്. ഹാബിറ്റിനെ തിരുത്തി എഴുതാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സോ ഹാബിറ്റിനെ മാറ്റുക എന്നതാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. സോ ദ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ 7.
ഇതിൽ വായിച്ചു പോയാൽ ദ പ്രോ ആക്റ്റീവ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്, ഈ ചർച്ചകളെല്ലാം നമുക്ക് സക്സസ് ബ്രേക്ക് ഗ്ലോബലിൻ്റെ ഓരോ റീഗ്നൈറ്റ് സെഷനിലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലീഡർമാർ നിങ്ങളോട് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ STC എൻ്റെ ലീഡർമാർ ഇതേക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്ത് കാണും. ചെറിയൊരു വിചിന്തനം മാത്രം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ശരിക്കും ഈ പുസ്തകം എഴുതിയ വ്യക്തി? സ്റ്റീഫൻ ആർ കെവേ എന്ന് പറയുന്ന ഒരു ലോകപ്രസിദ്ധനായ വ്യക്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പുസ്തകത്തിൻ്റെ വലിപ്പം തിരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ഹോണേഴ്സും അവാർഡ്സും മാത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും. 2020 കാലങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക, അമേരിക്കയിലൊക്കെ ഏറ്റവും അറിയപ്പെട്ട മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്ന് നമ്മളുടെ എന്താ പറയുക ടൈം മാഗസിനെ പോലെയുള്ള വലിയ സാധനങ്ങൾ ലോകത്തെ സ്വാധീനിച്ച 50 ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ ആ ലോകത്തെ സ്വാധീനിക്കാൻ അമേരിക്കക്ക് സമ്മാനിക്കാൻ പറ്റിയ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണായിട്ട് ലോകത്ത് അറിയപ്പെട്ട വ്യക്തിയാണ് സ്റ്റീഫൻ ആർ കെവേ. ഇന്ന് ഒട്ടനവധി ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ഹെഡായി നിന്നിരുന്ന, അതിൻ്റെയൊക്കെ മെൻഡറായി നിന്നിരുന്ന, മില്ലേനിയസിൻ്റെയും ബില്ലേനിയസിൻ്റെയും മെൻഡറായി നിന്ന വ്യക്തിയാണ്. ഇന്ന് ജീവനോടെ ഇല്ല. പക്ഷേ എന്നാൽ പോലും പറയട്ടെ, അദ്ദേഹത്തിൻ്റെ കാലശേഷവും അദ്ദേഹം ഫോം ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷനുകൾ, അതേപോലെ തന്നെ സ്റ്റീഫൻ കവേസ് എന്താ പറയുക ഒരുപാട് ഓർഗനൈസേഷനൊക്കെ ഇന്ന് വലിയ വെളിച്ചമായിട്ട് സഞ്ചരിക്കുന്നു എന്നതാണ്. എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഇതുപോലുള്ള ആളുകൾ അടിവരയിട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് ഏറ്റവും വലിയ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾ സമ്മതിച്ച, അല്ലെങ്കിൽ അവർ കാത്തിരുന്ന, എന്താ പറയുക നോക്കിയിരുന്ന ഒരു വലിയ സമ്പ്രദായമാണ് നമ്മുടെ കൈക്കലുള്ളത് എന്നുകൂടി നമ്മൾ സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ശരി, നമ്മളുടെ സ്റ്റീഫൻ ആർ കെവേയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ബി പ്രോ ആക്റ്റീവ് എന്നതാണ്. ഒന്നാമത്തെ ഹാബിറ്റ് നമുക്ക് വരേണ്ടത് പ്രോ ആക്റ്റീവ് ആകുക എന്നതാണ്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചലഞ്ചുകളുണ്ട്. ആ ചലഞ്ചുകൾ വരുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ റിയാക്റ്റീവ് ആവുക, അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ആവുക. എന്താ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പം കണ്ട മാത്രയിൽ നമുക്ക് പൊട്ടിത്തെറിക്കാം. അതിൻ്റെ ആശയം നമുക്ക് ബോധം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ അതേക്കുറിച്ച് കാര്യഗൗരവം ഉണ്ടാവില്ല. അപ്പോൾ തോന്നിയതനുസരിച്ച് എന്തോ പറഞ്ഞു, എന്തോ ചെയ്തു. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പറയേണ്ടതാണോ, സിറ്റുവേഷൻ ഇങ്ങനെ ഒരു ബാഡായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, രണ്ടായാലും ശരി, നമ്മളെ മുമ്പിൽ വരുന്ന സിറ്റുവേഷനെ വളരെ ചിന്തയോടുകൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് അതിന് പ്രോ ആക്റ്റീവ് എന്ന് പറയാം. സോ ഈ പ്രോ ആക്ഷൻ എന്ന് പറഞ്ഞത് ഈ ബിസിനസ്സിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് ഇവിടെ നമ്മൾ പ്രോ ആക്ഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഐ ടേക്ക് ഇനീഷ്യേറ്റീവ്. നമ്മൾ എന്തിനും ഇനീഷ്യേഷൻ നടത്തേണ്ടതുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ വേറെ ആൾ വരേണ്ടതില്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കും. ഇതെൻ്റെ ബിസിനസ്സാണ്. എൻ്റെ ബിസിനസ് തുടങ്ങിയാലല്ലേ ഞാൻ സക്സസ് ആവുള്ളൂ. ഞാൻ എൻ്റെ അപ്ലൈൻ്റെ ബിസിനസ് ചെയ്താൽ അപ്ലൈനല്ലേ സക്സസ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഞാനും രക്ഷപ്പെടുന്നുണ്ടാകും, പക്ഷേ അതൊരു ബോണസ് മാത്രമാണ്. പക്ഷേ ആ ബോണസ് എന്നും പ്രതീക്ഷിക്കരുത്. കാര്യം അപ്ലൈന് ടീം വലുതാകുമ്പോഴും ഉത്തരവാദിത്തം വലുതാകുമ്പോഴും നമ്മിൽ നിന്ന് ഒരുപാട് അകലവും ദൂരവും കാണും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്നാണോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അന്ന് തൊട്ട് എൻ്റെ സ്വന്തം ബിസിനസ് ആകും. എൻ്റെ സ്വന്തം ബിസിനസ് എന്താണോ ലോഞ്ച് ആകുന്നത് അന്ന് തൊട്ട് തൻ്റെ സക്സസ് കൺഫേം ആകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ആലോചിക്കാനുള്ളത് നമ്മൾ സ്വന്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഏത് കാര്യം ശരിയെന്ന് തോന്നിയാൽ ശരി ആത്മാർത്ഥമായിട്ട് അസർട്ടീവായിട്ട് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി. എന്ന് മാത്രമല്ല, എൻ്റെ ആറ്റിറ്റ്യൂഡ് അത് കൃത്യമായിട്ട് എൻ്റെ മൂഡ് സ്വിങ്ങുകളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നിടത്തൊക്കെ ബി പ്രോ ആക്റ്റീവ് എന്ന പദം വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അതാണ്, ഒരു സോഡ എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെപ്സിയുടെ ബോട്ടിൽ പൊട്ടിക്കുന്ന ഒരു സീൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിത്തെറിയോടുകൂടി എന്താ പറയുക നമുക്കൊരു വലിയ എക്സ്പ്ലോഷൻ നമുക്കവിടെ കാണാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ തുറന്നാൽ അത് എപ്പോൾ തുറന്നാലും ശാന്തമാണ്. ഇതേപോലെ ഒരു വാട്ടർ ക്വാളിറ്റി നമുക്കുണ്ടോ ലീഡർഷിപ്പിനകത്ത്? പൊട്ടിത്തെറി എന്ന് പറഞ്ഞ സാധനം ഇല്ല. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി കാര്യഗൗരവത്തിന് ഇടപെടേണ്ടുന്ന രൂപത്തിൽ കാളപെറ്റു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറെടുക്കപ്പെടാതെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ബിസിനസ്സിനകത്ത് ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നേക്കാം, പോസിറ്റീവ് സിറ്റുവേഷൻ വന്നേക്കാം. ഏതിനെയും ഡൗൺലൈൻ പലതും പറഞ്ഞേക്കാം, അപ്ലൈൻ പലതും പറഞ്ഞേക്കാം. അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളുടെ എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി എന്താണ്? അവരെ നമുക്ക് കാര്യഗൗരവത്തിലെടുത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ അപ്ലൈൻസ് എന്ന് വന്നേക്കാം, നമ്മളത് കേൾക്കാൻ ചെവി കൊടുക്കണം. ഡൗൺലൈൻസ് നിന്ന് ഒരുപാട് എന്താ പറയുക സാധനങ്ങൾ വന്നേക്കാം. എല്ലാം നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാകുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഒരു നല്ല പ്രോ ആക്ഷൻ സെറ്റാകുന്നത്. അത് ഈ ബിസിനസ്സിനകത്ത് മർമ്മപ്രധാനമാണ് എന്നതാണ്. സോ അതിനകത്താണ് നമ്മൾ ലീഡർമാർ പറയുന്നത് പാരഡൈം ഷിഫ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു പെർസെപ്ഷണൽ ചേഞ്ച് അത്യാവശ്യമാണ്. പാരഡൈം ഷിഫ്റ്റ് എന്താണ്? ഈ പാരഡൈംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാഴ്ചയുടെ ദർപ്പണമാണ് ശരിക്കും പാരഡൈംസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ലോകത്തെ കാണുന്ന ഏത് ദർപ്പണത്തിലൂടെയാണ്, ഏത് കണ്ണാടി വെച്ചാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, ഏത് കണ്ണട ധരിച്ചാണ് നമ്മൾ കാണുന്നത്. സോ നമ്മൾ കണ്ണടകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇന്നലെയുടെ അനുഭവങ്ങൾ,
അതേപോലെ നമ്മുടെ ചിന്താധാരകൾ നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നോ അതൊക്കെ അങ്ങനെ തുടങ്ങി നമ്മുടെ ഇന്നലെയുടെ ജീവിതത്തിലും ഇതുവരെ ഉണ്ടായിരുന്ന നോളജും നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം കൂട്ടിക്കുഴച്ച് നമ്മുടെ അസോസിയേഷൻസ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം കൂടി എക്സ്പീരിയൻസ് എല്ലാം കൂടി ഉണ്ടാകുന്ന നമ്മുടെ വ്യക്തിത്വത്തിൽ ജന്മം കൊള്ളുന്ന ഒരു ദർപ്പണമാണ്, ഒരു കണ്ണാടയാണ് സത്യം പറഞ്ഞാൽ പാരഡൈം. ആ യുഗത്തിനകത്ത് കാണുന്ന കാഴ്ച, ഉദാഹരണമായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറാമാൻ പറയും വെയിലെത്താണ് നിന്നതെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഒരു ദേഹത്തിൻ്റെ ഒരു വെയിലിൻ്റെ ഛായ കാണും. അതേപോലെ അത് എന്താ പറയുക, നീല ലൈറ്റ് അടിച്ച സ്ഥലത്താണ് ഫോട്ടോ എടുത്തെങ്കിൽ എൻ്റെ ദേഹത്ത് നീല കാണും, പക്ഷേ എൻ്റെ ദേഹത്ത് ശരിക്കും നീലയില്ല. പിന്നെ എങ്ങനെയാണ് നീലയും പച്ചയും ചുവപ്പും കളർ വരുന്നത്? ആ ലൈറ്റിനകത്ത് ഞാൻ നിന്നു എന്നതാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ശരിക്കും നമ്മളെന്ന വ്യക്തിത്വം പാരഡൈം എന്ന് പറയുന്ന ഒരു വലിയ ഭാഗവുമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഈ പാരഡൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നന്മയിലേക്ക് പാരഡൈം ഷിഫ്റ്റിംഗ് നടത്താൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ എന്താ പറയുക, കറക്റ്റിലേക്ക്, റൈറ്റ് പാത്തിലേക്ക്, യഥാർത്ഥ വഴിയിലേക്ക്, നമ്മുടെ സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ പറഞ്ഞ പോലെ റൈറ്റ് പാത്തിലേക്ക് പാരഡൈം ഷിഫ്റ്റിംഗ് നടത്താൻ നമുക്ക് പറ്റുമ്പോഴാണ് ഈ ബിസിനസ് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ നമുക്കറിയാൻ പറ്റും, ഹാബിറ്റ് എന്ന് പറയുന്ന പദം ഈ നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ സ്ഥിരം പല്ലവി എന്ന് പറയും. സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഹാബിറ്റ് എന്ന് വിളിക്കുന്നത്. ആദത്ത് എന്ന് അറബി പറയും. ഓക്കെ, സോ സീരിയസ്ലി ഈ പദം നമുക്ക് എങ്ങനെയാണ് ജന്മം കൊള്ളുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണ് ആക്ച്വലി ഈ ക്വാളിറ്റി എങ്ങനെയാണ് ജന്മം കൊള്ളുന്നത്? 3 പ്രധാന കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഹാബിറ്റ് സെറ്റാകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നോളജാണ്, രണ്ടാമത്തെ നമ്മുടെ ഡിസയർ ആഗ്രഹങ്ങളാണ്, മൂന്നാമത്തെ നമ്മുടെ സ്കില്ല്, ആ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാനുള്ള നമ്മുടെ കഴിവ്, ശേഷി, ഷേമുഷി എന്നൊക്കെ പറയുന്ന സാധനം. ശരിക്കും ചിന്തിക്കാനുള്ളത് ഇവിടെ നമ്മളുടെ ഹാബിറ്റിനെ ഉഷാറാക്കാൻ. ഇപ്പോൾ സീരിയസ്ലി ഞാൻ പറയുമ്പോൾ, സാറേ ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നല്ല വന്നത്, ഓക്കെ നോ പ്രോബ്ലം, അപ്പോൾ എനിക്ക് ഹാബിറ്റ് ഉണ്ടാവില്ലല്ലോ ബിസിനസ് ചെയ്ത്, കുഴപ്പമില്ല, ആ ബിസിനസ്സിൻ്റെ നോളജ് ഉണ്ടാക്കിയാൽ മതി. സാറേ എനിക്ക് 1 കോടി മന്ത്ലി ഇൻകം, അതല്ലെങ്കിൽ 10 ലക്ഷം 25 ലക്ഷം, അതൊന്നും എനിക്കൊരു ആഗ്രഹമില്ല. നമ്മൾ പറയും ഡിസയർ, ആ ആഗ്രഹം ഉണ്ടാക്കണം. ആക്ച്വലി നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 3 സാധനം സെറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ വൈകുന്നതോ അതല്ലെങ്കിൽ നമ്മൾ തന്നെ മടി കാണിക്കുന്നതോ ആണ് നമ്മുടെ ബിസിനസ് ശരിക്കും മൂവ് ആവാത്തത്. കാര്യം ബിസിനസ്സിന് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ നോളജ് വേണം, ബിസിനസ്സിന് വേണ്ടതാകുന്ന ഒരു ഡിസൈറബിൾ മെൻറ്റാലിറ്റി വേണം, അതിന് വേണ്ടതാകുന്ന സ്കില്ല് വേണം. നമുക്ക് പറയാൻ പറ്റും, ഞാൻ പഴയ രാഷ്ട്രീയക്കാരനാണ് സാറേ, ഒരുപാട് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല് എനിക്കുണ്ട്. ഓക്കെ, അത് രാഷ്ട്രീയത്തിൽ നല്ലതാണ്, പക്ഷേ ഈ ബിസിനസ്സിൽ അത് പോരെ സുഹൃത്തെ. അല്ല ഞാനൊരു ഇൻ്റർനാഷണൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തോ ആവട്ടെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ബിസിനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിനകത്ത് ഒരു പീപ്പിൾ ബിൽഡിങ്ങിന് വേണ്ട സ്കില്ല് നീ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നാണ്. സോ നമ്മളുടെ നോളജ്, ഡിസയർ, സ്കില്ല് ഇതെല്ലാം കൂട്ടിക്കുഴച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്ററിൽ ഉണ്ടാകുന്ന ആ വൈറ്റ് ലൈൻ നിങ്ങൾ കണ്ടു, അതാണ് ഹാബിറ്റ്. അപ്പോൾ ഈ നോളജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിഷൻ വരും, ഡിസയർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരും. അതായത് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഇതിന് ഞാൻ മതി. ആഗ്രഹം വരുന്ന സമയത്ത് നമ്മൾ വേറെ ആളെ ഏൽപ്പിക്കുമല്ലോ. ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള സാധനം എങ്ങനെ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കല്? എനിക്ക് ബിരിയാണി തിന്നാൻ പൂതിയുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയും നീ പോയി കഴിച്ചോന്ന്? ഇല്ല, തൻ്റെ ഡിസയർ തുടങ്ങിയാൽ താനേ പോകുള്ളൂ. ഇപ്പോൾ ഡിസയർ നമ്മളത് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടൗൺ ലൈനോട് നീ പോയിക്കോ, അപ്പ് ലൈനോട് നിങ്ങളൊന്ന് പോകുമോ സാറേ, എനിക്ക് സമയമില്ല സാറേ എന്ന് പറഞ്ഞത്. ഡിസയർ നമ്മളത് അല്ലാത്തതുകൊണ്ടാണ്. സോ സ്കില്ല് വരുന്ന സമയത്ത് നമ്മൾ കോമ്പറ്റൻസ് വരും. എന്താ കോമ്പറ്റൻസ് വരാം? നൈപുണ്യം, കലാവൈഭവം എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ആ നൈപുണ്യം നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഇന്നലെ പ്ലാൻ പറഞ്ഞാലല്ല ഇന്ന് പ്ലാൻ പറയുക, ഇന്നലെ കണ്ട സ്വപ്നമല്ല ഇന്നുണ്ടാവുക, കുറച്ചും കൂടി കത്തിയിട്ടുണ്ടാവും. മറ്റേത് സംഭവിക്കുന്നത് അങ്ങനെയല്ല. ബിസിനസ്സിൽ തുടങ്ങുന്ന സമയത്ത് വിമാനവും കപ്പലും വലിയ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ബിസിനസ് നടത്തി റാങ്ക് ഇങ്ങോട്ട് കിട്ടാതായപ്പോൾ നമ്മുടെ സ്വപ്നം ഓട്ടോറിക്ഷയിലേക്കും അതേപോലെ തന്നെ സ്കൂട്ടി, ബൈക്കിലേക്കും, പിന്നെ ലാസ്റ്റ് ഇല്ലാതെ അങ്ങനെ പോവാം. എന്തുകൊണ്ടാണ് കാര്യം എന്ന് അറിയാം, ഇതൊരു പെരിഷബിൾ ഡ്രീംസായി നമുക്ക് മാറുന്നത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുകയാണ്. സോ ഈ നോളജും ഡിസൈനും സ്കില്ലും ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഹാബിറ്റ്. സോ ഈ ഹാബിറ്റ് സെറ്റാക്കാനുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ഇത് നിർബന്ധമാണ്, ഈ 3 സാധനം നിങ്ങൾ മെച്ചപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നില്ല, ഇന്ന് കുറച്ചൊരു ഇത്തിരി സമയം വൈകിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷയം മാത്രം ഹെഡിങ്ങിലൂടെ പോകാം. കാര്യം ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായി പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് നിങ്ങളെ STCN ലീഡർമാർ, എൻ്റെ ലീഡർമാർ, TCN ലീഡർമാരിലൊക്കെ വെരി കപ്പാസിറ്റി ഉള്ള ലീഡർമാരുണ്ട്. അവരോട് നിങ്ങൾ ചോദിക്കുക, പുതിയ ആളുകൾ. സോ സെക്കൻഡ് വൺ ആണ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. തുടക്കത്തിലെ ലാസ്റ്റ് എന്തെന്ന് തിരിച്ചറിയണം. അതിനാണ് നമുക്കൊരു ബിഗ് ബഡ്ജറ്റ് പ്ലാൻ വേണമെന്ന് പറഞ്ഞത്. നമുക്ക് 2 തരം പ്ലാൻ വേണ്ടി വരും. മാസ്റ്റർ പ്ലാൻ വേണ്ടി വരും, മന്ത്ലി പ്ലാൻ, ഇയർലി പ്ലാൻ, അതേപോലെ തന്നെ നമ്മുടെ വീക്കിലി പ്ലാൻ, ഡെയിലി പ്ലാൻ, ഇങ്ങനെ തുടങ്ങി നമുക്ക് പ്ലാനുകൾ കറക്റ്റായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ 2025 എവിടെ നിൽക്കുമെന്ന്, 30 എവിടെ എത്തുമെന്ന് നമുക്കൊരു പിക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് അവിടെ എത്തലും? നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ബിഗിൻ എൻഡ് ഇൻ മൈൻഡ്. ലാസ്റ്റ് എന്താ ആകുകയെന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയണം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പ്രതികരിച്ചാൽ ലാസ്റ്റ് എന്താകും? ഇപ്പോൾ നമ്മളെ ഡൗൺ ലൈനുകൾ ഒരുപാട് എന്താ പറയുക നെഗറ്റീവ് പാസ് ചെയ്യും. നെഗറ്റീവ് പറഞ്ഞാൽ അവിടെ ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പാസ് ചെയ്യും.
നമ്മളതിനെ ഏറ്റുപിടിച്ച് ഇംഗ്ലാവ് വിളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലാസ്റ്റ് ഇത് എന്താവും അതും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ പിന്നീട് നമുക്ക് തന്നെ കൂട്ടിയാൽ കൂടാത്ത പ്രശ്നങ്ങളായി മാറും. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തെയും ഡീൽ ചെയ്യുമ്പോൾ പ്രോ ആക്ഷൻ മസ്റ്റാണ്, ആൻഡ് ആൾസോ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. അത് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ദിസ് ഹാബിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ട്വൈസ്. ഈ ലോകത്തെ തത്വമാണ് ഈ ഒരു തത്വജ്ഞാനം പറയണത്. എന്താണ് ആ തത്വം? ലോകത്തൊരു വസ്തു ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2 പ്രാവശ്യമാണ്. ഒന്ന് നമ്മുടെ മനസ്സിലാണ്, മറ്റൊന്ന് നമ്മുടെ ഭൂമിയിലാണ്. സോ ഫിസിക്കലി ലോകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മെൻ്റലി അത് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് ഓക്കെ. ഏത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ ബെൻസ് വേണം, അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ അത് പോർച്ചിൽ വരുള്ളൂ എന്ന് മാത്രമല്ല, മനസ്സിൽ വന്നത് പോർച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പോർച്ചിൽ വരാൻ എന്ത് വന്നാൽ മതി? മനസ്സിൽ വരുത്തിയാൽ മതി. ഈ വരിയാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് മനസ്സിലുള്ളത് നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. സോ ഭൂമിയിൽ വരാനുള്ളത് മനസ്സിൽ വന്നേക്കണം. അപ്പോൾ ഭൂമിയിൽ ഒരു വസ്തു വരുത്താൻ എന്ത് ചെയ്താൽ മതി? മനസ്സിൽ വരുത്തിയാൽ മതി. സോ ഈ മനസ്സിൽ വരുത്തുക എന്ന കർമ്മം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെൻ്റലി നമുക്ക് നമ്മളുടെ 2,10,000 ഫീൽ ചെയ്യാൻ, ആസ്വദിക്കാൻ ഇപ്പം തന്നെ പറ്റിയില്ലെങ്കിൽ അത് എന്ന് ആസ്വദിക്കാനാണ്? സോ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കുക, ലോകത്ത് ഒരു വസ്തുവിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ചിന്താധാരകൾ ജന്മം കൊള്ളുമ്പോഴാണ്. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വി ഡിസൈഡ് ദ ഡിറക്ഷൻ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഡിറക്ഷൻ ഉണ്ടാക്കുന്നത് അതിലൂടെയാണ്, മനസ്സിൽ ആ കാര്യം വരുമ്പോഴാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മളുടെ എവിടെ എത്തണമെന്ന് നമുക്ക് തീരുമാനമില്ലെങ്കിൽ എപ്പോൾ എത്തും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, നൈസേ വേർ ടു റീച്ച് എന്നതിൻ്റെ ഉത്തരം നമുക്കറിയില്ലെങ്കിൽ വെൻ ടു റീച്ച് എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടൂല എന്നാണ്. അതായത് എനിക്ക് സീലിംഗ് അടിക്കണം, അത് വേർ ടു റീച്ചാണ്. അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഇന്നാലിന്ന ആളുകളെ റാങ്കിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബിഗ് സക്സസ് അച്ചീവ്മെൻറ്റ് എൻ്റെ ടീമിൽ ഉണ്ടാക്കണം. അത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുന്ന ആൾക്ക് അത് എപ്പോഴും എന്നുള്ളതിൻ്റെ ധാരണയേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് എനിക്ക് തന്നെ അതേപ്പറ്റി ധാരണ ഇല്ല. എനിക്ക് അടുത്ത ആഴ്ച വരുമാനത്തിനെക്കുറിച്ചോ എൻ്റെ ടീമിൽ പെർഫോമൻസ് വരുന്നതിനെക്കുറിച്ചോ എനിക്ക് തന്നെ ഒരു ധാരണ ഇല്ല. എൻ്റെ ടീമിനകത്തും അത് ശ്രദ്ധിക്കുന്നില്ല. ചിലർക്ക് അങ്ങനെയാണ്. ചിലരുടെ ഓർഗനൈസേഷൻ ഏതാണെന്ന് വെച്ചാൽ വീക്കർ ലെഗ് മാത്രം സ്വന്തം ഓർഗനൈസേഷനാണ്. ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് അതിലേക്കുള്ള പ്രൊമോഷണൽ പാർട്ട് തൻ്റെ പവർ ലെഗിൽ താൻ എത്ര എടുത്തിട്ടുണ്ട്, തൻ്റെ പവർ ലെഗിൽ താൻ എത്ര വിശ്വാസമാണ്, പ്രതീക്ഷയാണ്, എൻ്റെ പവർ ലെഗിന് താൻ എത്ര എന്താ പറയുക അത്താണിയാണ്, പ്രതീക്ഷയാണ്. ഇത് വലിയൊരു ഘടകമാണ്. പവർ ലെഗിലായാലും വീക്കർ ലെഗായാലും ശരി, 2 ലെഗും നമ്മൾ പറയട്ടെ ഏകദേശം താൻ പവർ ലെഗും വീക്കർ ലെഗും തീരുമാനിക്കേണ്ടത് ഏകദേശം ഒരാഴ്ചയിൽ 50 ലക്ഷം ബിസിനസ് വോളിയം എന്താ പറയുക വാഷ് ഔട്ടായി പോകുന്ന തലത്തിലേക്ക് ഒരു വീക്ക് വന്നാൽ അന്ന് നമുക്ക് ഏകദേശം തീരുമാനിക്കുക അതെൻ്റെ പവറാണ് എന്ന്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതേക്കുറിച്ച് മുബീൻ സാറെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ പവറും വീക്കും തീരുമാനിക്കാൻ സമയമായോ എന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വളർച്ച, നമ്മുടെ വളർച്ചയിലാണ് നമ്മുടെ സേഫ് സോൺ കടന്നു വരുന്നത്. സോ ഇത് വലിയൊരു പോട്ടെ, അതൊരു നമ്മുടെ ഒരു സിനാരിയോ പോട്ടെ. 3ാമത്തെ ഘടകം എന്ന് പറയുന്നത് പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. അപ്പോൾ 2 കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നാമത് നമ്മളുടെ പ്രൊആക്റ്റീവാണ്, രണ്ടാമത് എൻഡ് ഇൻ മൈൻഡോട് കൂടി അവസാനം എവിടേക്ക് എങ്ങനെയെന്നതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. അത് ഈ ബിസിനസ്സിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശരിക്കും ചിന്തിക്കുക, നമ്മളുടെ ഇന്നത്തെ ജോലി വെച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. 2ാമത്തെ പോയിന്റ് ഞാൻ ഒന്നും കൂടി പറയുന്നത്, ഇപ്പോഴുള്ള ജോലിയുടെ വരുമാന മാർഗ്ഗം ചിന്തിക്കുക. അത് ആ പോക്ക് പോയാൽ 10 കൊല്ലം കൊണ്ട് എവിടെ എത്തുന്നു, നമുക്കൊരു എൻഡ് ഇൻ മൈൻഡ് ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. അല്ലാതിരുന്നാൽ നമ്മൾ ഏതൊരു വ്യക്തിക്കും ശരാശരി മലയാളിക്ക് തോന്നുന്ന ഒരു വരിയാണ്, ഇന്ന് എൻ്റെ ജോലി അത് പവർഫുള്ളാണ്, ഇതിനേക്കാൾ നല്ല ജോലിയില്ല, വരുമാനമില്ല, ഇന്ന് എനിക്ക് കിട്ടിയ ജീവിതമാണ് ഏറ്റവും ബെസ്റ്റ്, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ബെസ്റ്റ് വരാനില്ല എന്ന്. ബട്ട് ലോകത്ത് ഒരു കാര്യമുണ്ട്, ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു കം, ഇനിയും വരാനിരിക്കുന്നു ശരാശരി ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ 3ാമത്തെ കാര്യം പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ജീവിതത്തിലൊരു കാര്യത്തെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായ കാര്യത്തിനാണോ F2F എന്ന് പറയും അതിനെപ്പറ്റി, F2F അല്ലെങ്കിൽ FTF എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടു ഫസ്റ്റ്, ആദ്യത്തെ കാര്യം ആദ്യം തന്നെയാണോ വെക്കുന്നത്? ഒരു എന്താ പറയുക, ഈ ബിസിനസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, സാറേ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ രക്ഷാമാർഗ്ഗം ഈ ബിസിനസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല സാറേ, പക്ഷേ എന്നെ BOPക്ക് കാണുന്നില്ലല്ലോ, എന്നെ GTSൽ കണ്ടില്ലല്ലോ, നിന്നെ പ്രോഗ്രാമിന് കണ്ടില്ലല്ലോ, നിന്നെ iFlyസിൽ കാണുന്നില്ലല്ലോ, മോർണിംഗ് സൂം മീറ്റിൽ കാണുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറയും അത് സാറേ പിന്നെ വേറൊരു കാരണമുണ്ട് പറയും. ആ വ്യക്തി ശരിക്കും തിരിച്ചറിയണം. അതുപോലെ കാര്യകാരണങ്ങൾ പറയുന്ന ഒരു വ്യക്തി ലോകത്ത് എപ്പോഴും മനസ്സിലാക്കുക, പ്രയോറിറ്റൈസിങ് എന്ന് പറഞ്ഞൊരു പരിപാടി. ഈ പ്രയോറിറ്റൈസിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഈ ബിസിനസ്സുമായിട്ട്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വിധി നിർണ്ണയം നടത്തുന്നത് ഈ ബിസിനസ്സാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അത് സത്യസന്ധവും ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയൊരു ബിസിനസ്സിനാണ്.
അത് കഴിഞ്ഞിട്ട് മറ്റൊന്നിന് സമയം ഉണ്ടാവുമല്ലോ. ഞാൻ ശരാശരി ക്ലാസ്സിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് നിങ്ങളുടെ കുടുംബക്കാർ പറയണം, മോനെ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയ ദിവസം എന്നെ ഒരു പരിപാടിക്കും കാണുന്നില്ലല്ലോ, ജനിച്ചോടത്തുമില്ല, മരിച്ചോടത്തുമില്ല, കല്യാണത്തിനുമില്ല, സൽക്കാരത്തിനും നിന്നെ കാണുന്നില്ലല്ലോ, എങ്കിൽ നിങ്ങളെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ അപ്ലൈൻ പറയണത്, അല്ല നീ ബിസിനസ്സിൽ വന്നതിന് ശേഷം എപ്പോൾ നോക്കിയാലും കല്യാണം, ഹോസ്പിറ്റൽ കേസ്, അത് ഇത് മറ്റേത് മറിച്ചോടതല്ല, എന്നെ ഒരിക്കലും മീറ്റിങ്ങിന് കാണില്ലല്ലോ, എങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ ജയിക്കും. എവിടെയാ ജയിക്കേണ്ടത് നിങ്ങൾ ശരിക്കും ആലോചിക്കുക. കുടുംബത്തിൽ ജയിക്കാമെന്ന് പറഞ്ഞാൽ കുടുംബത്തിലൊരു പണിക്കാരനായി മാറും, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിരം കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായി മാറും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ബിസിനസ്സിൽ വന്നാൽ ബിസിനസ്സിലല്ലേ നമ്മൾ ആദ്യം സേഫ് ആവേണ്ടത്. കാര്യം ഈ ബിസിനസ്സിൽ സേഫായ കുടുംബവും സേഫാവും, ജീവിതവും സേഫാവും. മറ്റോടത്ത് സേഫായ ഒരിക്കലും നമ്മുടെ ജീവിതം 100% ഒരു അൾട്രാ ലക്ഷറിയിലേക്കോ അച്ചീവ്മെൻറ്റിലേക്കോ എത്തണം എന്ന് നിർബന്ധം ഇല്ല. സോ വർക്ക് ഫസ്റ്റ് ദെൻ പ്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് കളിക്കാൻ പോയാൽ മതി. അതായത് നമ്മളുടെ എന്ത് ഹോബീസ് ഉണ്ടെങ്കിലും അത് വർക്കിന് ശേഷം. അവിടെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു ചാർട്ട് വരുന്നത്. സോ ലോകത്ത് 4 തരം കാര്യങ്ങളുണ്ട് ജീവിതത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ ഇരുന്ന് സംസാരിക്കണം. ടൈം മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലീഡർമാരോട് ഇരുന്ന് ചർച്ച ചെയ്യണം. കാര്യം അതൊക്കെ വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, ഒറ്റ സ്ലൈഡിൽ തീരുന്ന കാര്യമല്ല. എന്നാലും എഗെയിൻ ഐ സേ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് അർജൻറ്റ് ആണ്, അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജൻറ്റ്. ഇങ്ങനെ 4 സിനാരിയോ ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ആദ്യം മുന്നോട്ട് വയ്ക്കേണ്ടത് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്. ഇന്ന് ഏറ്റവും ചെയ്യൽ നിർബന്ധവും അത് അർജൻറ്റ് ആയതുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം. അതാണ് ക്വാഡ്രൻ്റ് 1, ഒന്നാമത്തെ ക്വാഡ്രൻ്റ് അതാണ്. രണ്ടാമത്തെ ക്വാഡ്രൻ്റ് അർജൻ്റ് ആണ് പക്ഷേ നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. വേണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യുക, വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ചെയ്യാം. അത് ചെയ്യൽ നിർബന്ധമാണ്. ഇന്ന് തന്നെ അത് നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഉദാഹരണം, ഇന്ന് കറണ്ട് ബില്ല് കെട്ടിയില്ലെങ്കിൽ ഇന്ന് ഫീസ് വരും, അല്ലെങ്കിൽ ഇന്ന് ഇന്നാലിൻ്റെ കാര്യം ചെയ്തില്ലെങ്കിൽ ഇന്നത്. അത് അർജൻറ്റാണ് പക്ഷേ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ സിനിമ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നും കൂടി ഉള്ളൂ ആ ഓഫർ ഇല്ലെങ്കിൽ അത് വേറെ ആളെ ഏൽപ്പിച്ചാൽ മതി. അത് നോട്ട് ഇമ്പോർട്ടൻ്റ്. പിന്നീട് കിട്ടും, അടുത്ത വർഷം ചിലപ്പം ബിഗ് ബില്യൺ ഓഫർ വന്നേക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഓണം ഓഫർ വന്നേക്കാം. ഇറ്റ്സ് ഓക്കെ. സോ എനിവേ നമ്മളുടെ നെക്സ്റ്റ് വണ്ണാണ് നോട്ട് അർജൻ്റ് ആണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണമായിട്ട് കുട്ടിയുടെ ഹോം വർക്കുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത് നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ അത് അപ്പം തന്നെ ചെയ്തേക്കണമെന്നില്ല. ചിലപ്പം വേണമെങ്കിൽ വൈകുന്നേരം ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്യുക. അല്ലെങ്കിൽ കല്യാണത്തിൽ അറ്റൻഡ് ചെയ്യുന്നത് അത് രാവിലെ തന്നെ വേണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ ഉച്ചക്ക് പോയാൽ മതിയും, അല്ലെങ്കിൽ തലേന്ന് പോകാൻ മതിയും. ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അങ്ങനെ അതിനെയാണ് സമയത്ത് തന്നെ പ്ലാൻ ചെയ്യുക. എന്ന് പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ സമയം കൃത്യമായിട്ട് വെക്കുക. ദെൻ നാലാമതൊരു കാര്യമുണ്ട്, നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. വെറുതെ മൊബൈൽ നോക്കിയിരിക്കുക, വെറുതെ കഥ പറഞ്ഞിരിക്കുക, ഒരു വർക്കിനും പോകാതെ കുറ്റം പറഞ്ഞിരിക്കുക, അതേപോലെ തന്നെ എന്തെങ്കിലും കുറ്റം കിട്ടുമെന്ന് തിരഞ്ഞന്വേഷിച്ച് നടക്കുക. ഇതൊക്കെ നോട്ട് അർജൻറ്റും നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നിലക്കും നമ്മളത് ചെയ്യരുത്. നമ്മളെന്നാൽ ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പെട്ട സാധനമാണ് നമ്മുടെ മൊബൈൽ. സ്ക്രീനിൽ വെറുതെ ഇരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ വെറുതെ മൊബൈലിൽ സമയം കളയാം. സോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 3 പ്രധാന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അത് നമ്മുടെ പ്രൈവറ്റ് വിക്ടറിക്ക് നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് നമ്മുടെ വ്യക്തിത്വ വികാസത്തിനും വ്യക്തിത്വ വിജയത്തിനും, അതായത് നമ്മുടെ പേഴ്സണൽ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബി പ്രൊആക്റ്റീവ്, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് ആൻഡ് പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ പ്രൈവറ്റ് വിക്ടറിക്ക് നല്ലതാണ്. സോ ഈ പ്രൈവറ്റ് വിക്ടറി പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക ജനറൽ വിക്ടറി നടക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ വിക്ടറി നടക്കുന്നുണ്ടാകും. എന്നാൽ പോലും 4ാമത്തെ കാര്യം വിൻ വിൻ പ്രോജക്റ്റ്. നമ്മൾ ശരിക്കും ആലോചിച്ചു, ഈ ബിസിനസ്സിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ രസകരമായ സാധനം വിൻ വിൻ പ്രോജക്റ്റാണ്. എന്താണ് ഈ വിൻ വിൻ പ്രോജക്റ്റ്? ഞാനും ജയിക്കുക, കൂടെയുള്ള ആളും ജയിക്കാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ വിൻ, യു വിൻ, വി വിൻ, അതാണ് നമ്മൾ പറയുന്നത്. ഞാനും ജയിക്കും, നീയും ജയിക്കും, നമ്മളെല്ലാവരും ജയിക്കും. അതല്ലേ ലോകത്തിലെ ഏറ്റവും രസമുള്ള സത്യം എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ മാത്രം ജയിക്കുക, നീ തോൽക്കുക. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനാരിയോ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതൊക്കെ ഈ കാണുന്ന സാധനം. ടൈപ്സ് ഓഫ് തിങ്കിങ് 4 ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ വിഷയത്തിന് എടുക്കുക. ഒന്നാമത്തെ കാര്യം വിൻ വിൻ പ്രോജക്റ്റാണ്. ഞാനും ജയിക്കുക, നീയും ജയിക്കുക. വേറെ ഒന്നെന്ന് വെച്ചാൽ വിൻ ലൂസ്, അതായത് ഞാൻ ജയിക്കുക, നീ തോൽക്കുക. മറ്റൊന്നാണ് ലൂസ് ലൂസ്, ഞാനും തോൽക്കും, നീയും തോൽക്കും. അതായത് പേറിയവനും നാറും, നാറിയവനും പേറും എന്നൊക്കെ പറഞ്ഞ പോലെ. മറ്റൊരു ലൂസ് വിൻ, അതായത് ഞാൻ തോൽക്കുക, നീ ജയിക്കുക. ഈ 4 സാധനത്തിൽ നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലോകത്ത് വിജയമുള്ളത്, അത് വിൻ വിൻ പ്രോജക്റ്റിനകത്താണ്. നിങ്ങൾ ശരിക്കും തിരിച്ചറിയേണ്ടത് അത് അതിനകത്ത് പിന്നെ കറേജിലോ ഹൈ ക്വാളിറ്റി ഇങ്ങനെ പലതും വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പക്ഷേ ഈ സാധനം മാത്രം മുകളിലൂടെ പറഞ്ഞു പോയാലും 2 കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ചിന്തിക്കാൻ വേണ്ടി. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് മെയിൻലി വിൻ വിൻ പ്രോജക്റ്റല്ലേ ഉള്ളത്. എൻ്റെ ഡൗൺലൈന് വരുമാനം കിട്ടുമ്പോഴാണ് ഞാൻ ശരിക്കും വരുമാനക്കാരനാകുന്നത്. അവൻ്റെ അച്ചീവ്മെൻറ്റ് വലുതാകുമ്പോഴാണ് ഞാനും വലുതാകുന്നത്. അവരുടെ കാർ അച്ചീവ്മെൻറ്റും അവരുടേതായിരിക്കുന്ന വലിയ വലിയ ഡ്രീമുകളും അവർ എത്തുമ്പോഴാണ് ഞാനും എൻ്റെ ഡ്രീമിലേക്ക് എത്തുന്നത്. അങ്ങനെ തന്നെ ഇത് പറ്റൂ. നേരെ മറിച്ച് ഇത് നമ്മൾ മനീഷേൻ്റെ വിഷയം പറഞ്ഞാൽ ചിലപ്പം വിൻ ലൂസ് ആയിരിക്കും. താഴെയുള്ള ആളുകൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ജയിക്കുന്നുണ്ടാകും. അതാണ് വിൻ ലൂസ്. ഞാൻ ജയിക്കും, മറ്റുള്ളവർ തോൽക്കും. മറ്റൊന്നാണ് ശരിക്ക് എനർജി ലെവലിൻ്റെ കഥ അറിയുന്ന ആളുകൾ അത് ലൂസ് ലൂസ് പ്രൊജക്റ്റാണ്. കാരണം താഴെയുള്ളവൻ തോറ്റാൽ, ഞാൻ കാരണം ഒരു വ്യക്തി തോറ്റാൽ
ഉറപ്പായിട്ടും എൻ്റെ തോൽവി ഉറപ്പാണ്. അത് നമ്മുടെ എനർജി പഠിച്ച ആളുകൾക്ക് പെട്ടെന്ന് ഓടുന്നുണ്ടാകും. അപ്പോൾ അതും വിൻ ലൂസ് അല്ല, എന്നാൽ പോലും അത് ലൂസാണ്. പക്ഷേ നമ്മൾ വേറെ ഒന്ന് പറയുന്നതാണ് ലോസ് വിന്ന്. ഞാൻ ലോസ് ആയാലും നീ ജയിക്കട്ടെ. അതെങ്ങനെയാണ്? എൻ്റെ ഫണ്ട് മുഴുവൻ, ഇപ്പോൾ ഞാൻ ബിസിനസ്സിനെ ആസ്പദമാക്കി പറയണം, മറ്റു പല സ്ഥലത്തും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിസിനസ്സിനെ ആസ്പദമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആ വർക്ക് സെറ്റാകാൻ വേണ്ടി ഞാൻ രാവും പകലും എൻ്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിച്ച് ഒരു കൊല്ലം എൻ്റെ ഒരു വർക്ക് മാത്രമേ ഞാൻ നോക്കുള്ളൂ. നീ ജയിക്കട്ടെ, നീ സേഫ് ആവട്ടെ. ഈ സൈഡ് എത്ര അപ്ലയൻസ് പറഞ്ഞിട്ടും എന്തെങ്കിലും നോക്കില്ല. അവരപ്പോഴും പറഞ്ഞ എന്താണ്, സാറേ അവിടെ സേഫായി ഞാൻ ഫുള്ള് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നു. അത് നമ്മൾ വെറുതെ പറയുകയാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് എപ്പോഴും ഒരു ചലഞ്ചിങ് വന്നേക്കാം. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ റിഗ്രറ്റ് ചെയ്യും, ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ കുറ്റപ്പെടുത്താനും നിൽക്കും. അവിടെ നമ്മൾ ചെയ്യാനുള്ളത് വിൻ വിന്നാണ് നല്ലത്. നമുക്ക് 2 ഓർഗും നോക്കി വരുമാനത്തെയും സേഫാക്കി 2 ടീമിനെയും ഒരുമിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി നേരെ മറിച്ച് നമുക്ക് അങ്ങേപ്പുറത്ത് നല്ല വർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് നിങ്ങളുടെ മെൻറ്ററുടെ അംഗീകാരപ്രകാരം, സാറേ ഞാൻ ഇന്ന സമയം അവിടെ കൊടുക്കണോ കൊടുക്കേണ്ട, ഈ അഭിപ്രായം ലീഡർ പറഞ്ഞുതരും. കാര്യം നമ്മളെക്കാൾ ഒരു ഓണം കൂടുതൽ കൊണ്ടത് ലീഡറല്ലേ, ഒരു ദിവസം മുന്നേ വന്നത് ലീഡറല്ലേ. അപ്പോൾ ഒരു വരി കൂടുതൽ അദ്ദേഹത്തിന് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കണ്ണു ചെമ്മി വിശ്വസിക്കാൻ ശ്രമിക്കുക. സോ സീരിയസ്ലി ലൂസ് ആൻഡ് വിൻ എന്ന് വേറെ 4 കാര്യം. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ വിൻ വിൻ എടുക്കുക എന്നതാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും ഞാൻ കണ്ടത്. മറ്റ് ഇതര പ്രൊജക്റ്റുകളേറെ, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോലി എടുത്താൽ പോലും അവിടെ നമ്മൾ കുതികാല് വെട്ടുന്ന സാധനങ്ങൾ കണ്ടേക്കാം. ഒരു പ്രൊഫഷണൽ സ്ഥാപനം എടുത്താൽ, ഒരു എന്താ പറയുക ബിസിനസ് ആവട്ടെ എന്താവട്ടെ, അവിടെയൊക്കെ നമുക്ക് ഒരു ചലഞ്ച് വരുന്നുണ്ട്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, മറ്റൊരാളെ തോൽപ്പിച്ചാലേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കച്ചവടം വിജയിക്കണമെങ്കിൽ, ഉദാഹരണമായിട്ട് ഞാനൊരു മാർക്കറ്റിൽ ഒരു ഷോപ്പ് തുടങ്ങി, ഒരു ചായ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോട്ടൽ എന്താ വെച്ചാൽ തുടങ്ങി വിചാരിക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരാജയം മാത്രമേ എൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അവർക്കും ജയിക്കാൻ ഞാനും ജയിക്കാമെന്ന് പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ എനിക്ക് മനസ്സ് കാണുകയില്ല. കാര്യം എന്താണ്, അതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. പക്ഷേ അതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇൻ്റർഡെപ്തിലേക്ക് പോയാൽ മറ്റൊരു ചർച്ചയാണ്. സോ ഞാൻ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിനകത്ത് നേരെ ഓപ്പോസിറ്റാണ്. മറ്റൊരുത്തൻ വിജയിച്ച് തന്നെയാണ്. നിങ്ങൾ ആലോചിക്കുക, GTSൽ വന്നാൽ എല്ലാ ലീഡർമാരും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ ബിസിനസ് അങ്ങനെയാണ്, ഈ എന്താ പറയുക വെൽനെസ് തുടങ്ങിയിട്ടില്ല, ഇത് എല്ലാവർക്കും ജയിക്കാനുള്ളതാണ്. ഒരു പക്ഷേ ആ സംസാരിക്കുന്ന ലീഡറുടെ 10% ആളെ എവിടെ കാണും, ബാക്കി 90% അദ്ദേഹത്തിൻ്റെ ലവ് ലൈൻസോ അതല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സോ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്ന ഈ ബിസിനസ്സിൽ കാണുന്നു. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നതുപോലും ഈ ബിസിനസ്സിലൊരു മർമ്മമാണ്, ഒരു സത്യമാണ്. സോ അത്രയും ഹോളി സംഭവമാണ്. സി 5 ഡയമെൻഷൻ ഓഫ് വിൻ വിൻ പറയുന്ന സമയത്ത് ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങും ഇങ്ങും 2 കഴുതകൾ അല്ലെങ്കിൽ 2 നാൽക്കാലികൾ, ആ 4 കാലുള്ള വസ്തു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അങ്ങും ഇങ്ങും മത്സരിക്കുക, ഞാൻ ഇത് നീ അത്. അപ്പോൾ ആ ലെവലിൽ എത്ര മത്സരിച്ചു ലാസ്റ്റ് അവർ തോറ്റ് ക്ഷീണിതരായിട്ട് ഇരിക്കുന്ന സീൻ 2ാമത്തെ പിക്ചർ. 3ാമത്തെ പിക്ചർ 2 ആളും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാണ്, എന്താ നമ്മൾ ചെയ്യാം, നീ എന്നെയും വിടൂല എന്നെ ഞാനും വിടൂല, നിക്കൊന്നാച്ചോ പരിപാടിയാണ് നടക്കുന്നത്, നിന്നെയും കൊല്ലും ഞാനും ചാവും എന്നുള്ള പരിപാടിയാണ്. സോ സീരിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ലാസ്റ്റ് 2 ആളും കൂടി ഒരു കൺക്ലൂഷനിലെത്തി, എന്ത്, നമ്മൾ 2 ആളും പോയിട്ട് ആദ്യം ഇത് തിന്നാം, എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, അൻ്റെതും തിന്നാം. അപ്പോൾ ഒരുമിച്ചാകുന്ന സമയത്ത് വിൻ വിന്നായി, അവനക്കും ജയിക്കുക ഇവനക്കും ജയിക്കുക. ഇതേ ഇതിൽ നടക്കുകയുള്ളൂ. ഈ ബിസിനസ്സിനകത്ത് അത് പ്രധാനമാണ്. അവിടെ തന്നെ നമ്മൾ ആലോചിച്ചൊക്കെ ഈ എന്താ പറയുക ഡയമെൻഷൻ പറയുന്ന സമയത്ത് 5 പ്രധാന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമ്മളുടെ ക്യാരക്ടർ ബെറ്റർ ആക്കി എടുക്കണം. ഈ വിൻ വിൻ പ്രോജക്റ്റ് വരണമെങ്കിൽ ആദ്യം നമ്മളുടെ ക്യാരക്ടർ നന്നാവണം. അവിടെ ഇൻറ്റഗ്രിറ്റി വേണം, മെച്യൂരിറ്റി വേണം, അബണ്ടൻസ് മെൻറ്റാലിറ്റി, ഒരു വിശാലമായ കാഴ്ചപ്പാട്, നമ്മുടേതായിരിക്കുന്ന വികാര നിയന്ത്രണം, അതായത് നമ്മൾ പറയുക ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുക, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻബാലൻസിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി, അത് നമ്മുടെ ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യണം. നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ എഗ്രിമെൻറ്റ്സും പ്രോസസ്സുകളും സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങളും ഇതൊക്കെ നമുക്ക് സെറ്റായി വരുന്ന സമയത്ത് ഒരു വിൻ വിൻ സെറ്റാവുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ താല്പര്യമുള്ള വ്യക്തി ഈ കാര്യങ്ങളൊക്കെ തന്നിൽ റെഡിയാണെന്ന് അളന്നിട്ട് വേണം ശരിയാവാൻ. അല്ലാതെ താൻ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ എല്ലാം ശരിയാകുമെന്ന ധാരണ ശരിയല്ല. നമ്മൾ തന്നെ ശരിയാക്കാൻ നിൽക്കണം. 5ാമത്തെ കാര്യം. ഇനി 2 കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നുണ്ടാകും. എന്തായാലും അത് നമുക്ക് 45 മിനിറ്റ് തന്നെ അവസാനിപ്പിക്കാൻ പറ്റണം. സോ നെക്സ്റ്റ്, സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് 5ാമത്തെ കാര്യം. അതായത് ആദ്യം നമുക്ക് മനസ്സിലാവണം, എന്നിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ബിസിനസ്സിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. ബിസിനസ്സിൽ നല്ല ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ബിസിനസ്സിനാക്കി നമ്മൾ പറയുക, അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പറയുന്നത് മറ്റു സ്ഥലത്ത് നിന്ന് എനിക്ക് ചർച്ച ചെയ്യാമല്ലോ. സോ ബിസിനസ്സിനെ ആസ്പെക്റ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് ഇൻകം പ്ലാൻ തിരിഞ്ഞിരിക്കണോ, നമ്മുടെ സ്വപ്നം കറക്റ്റാണോ, നമ്മളെ ലിസ്റ്റ് ബിൽഡിങ് ശരിയാണോ, നമ്മളുടെ ഫുള്ള് ശരിയാണോ, സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട് തൻ്റെ ശരിയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതല്ലാതെ ഞാൻ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഡൗൺലൈനെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നു, GTSലേക്ക് ഓടിപ്പിക്കുന്നു. അവർക്ക് ലിസ്റ്റുണ്ട്, അവരെ കൊണ്ട് ആളെ കൊണ്ടിരിപ്പിക്കുന്നു. നമ്മൾ ഈ ആളെ കൊണ്ടുവരില്ല, പ്രോഗ്രാമിൽ ഫുള്ള് കൊണ്ടുവരില്ല, ഡൗൺലൈൻ മാത്രം. നമ്മൾ പ്രത്യേക സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ നമ്മൾ നടത്തുന്നില്ല, നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. മറ്റൊരുത്ത് നമ്മൾ വലിയ കഥ പറയും, ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ്, ഈ പ്രൊഡക്ട്സിന് ഇൻ്റർനാഷണൽ അവാർഡ് തോട്ടിയും വാങ്ങാമെന്നൊക്കെ പറയും. നീ എന്താ ഉപയോഗിക്കുന്നത്? ഞാൻ പേസ്റ്റ് മാത്രം. എന്താ നീ ഡയബാലൈഫ് ഉപയോഗിക്കാത്തത്? എനിക്കൊരു പ്രമേഹമില്ലല്ലോ.
പിന്നെ എന്താണ് ഈ വെൽനെസ് എന്ന വാക്കിന് അർത്ഥം സുഹൃത്തെ? അപ്പോൾ നമ്മൾ സീരിയസ്ലി ആലോചിച്ച് നോക്കുക, നമ്മൾ ഉൽപ്പന്നം ഉപയോഗിക്കണം എന്ന് തന്നെ പറയണത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പാക്ക് നമുക്ക് സക്സസ്ബറി ഗ്ലോബൽ റീഗ ബേസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച പ്രധാനമാണ്. അതേപോലെ തന്നെ എന്ത് ചർച്ച ചെയ്യപ്പെട്ടാലും ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ സീരിയസ്ലി മനോജ് സാർ ഇടയ്ക്ക് പറയുന്നൊരു വാക്ക് ഞാൻ ഓർക്കാറുണ്ട്. വാട്സപ്പിൽ പറയുന്ന വോയിസ് നോട്ടുകൾ, പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്, അതേപോലെ പോസ്റ്റിങ്സുകൾ, ഇത് സ്വന്തമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഗൗതമ ബുദ്ധനോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോ ഒക്കെ ആയിരുന്നേനെന്ന് പറയാറുണ്ട്. ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുന്ന വരി നമ്മളൊന്ന് ചെയ്താൽ എത്ര ഭംഗിയായിരിക്കും. നമ്മൾ ശരിക്കാലിഷുമൊക്കെ എപ്പോഴും വളരാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ NDOയിൽ സംസാരിക്കും, നമ്മൾ റെക്കോർഡ് ചെയ്യാം, നമ്മൾ തന്നെ ചെയ്താൽ മതി, അടിപൊളി ലീഡറാവും. നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈക്കൊന്നു പോലും കൈമോശം വരുന്ന കാര്യങ്ങൾ എല്ലാ ലീഡർമാർക്കും പറ്റുന്ന പ്രശ്നം ഇത് തന്നെയാണ്. സോ അങ്ങോട്ട് പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞാൽ എല്ലാം ശരിയാകും. സോ സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളുടെ ഡെഫിനേഷനായിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ സീരിയസ്ലി നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എപ്പോഴും പറയും ലേൺ, ഡു, ടീച്ച് എന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം ലേൺ ചെയ്യണം, പിന്നെ നമ്മൾ ഡു ചെയ്ത് തുടങ്ങണം, പിന്നെയാണ് ടീച്ച് മറ്റൊരാൾ പറയാം. നമ്മൾ ലേണിംഗ് നടത്താത്ത, നമ്മൾ ചെയ്ത് തുടങ്ങാത്ത ഒരു കാര്യം നമ്മൾ ഡൗൺലൈൻസ് കൊണ്ട് പറയരുത് എന്നതാണ്. സോ നിർബന്ധമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഈ മനസ്സിലാക്കുന്നത് പറയുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കൽ. ഒന്നാമത്തെ ഒന്നെന്ന് വെച്ചാൽ നമ്മളെ പ്ലാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ GTSൽ വന്നാലൊക്കെ നമ്മൾ ചിലപ്പം ഒരു എന്താ പറയുക, record you received a request to record to be cloud. Okay ഡിനെ സോറി. അപ്പോൾ ഞാൻ പറയുന്ന മാറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് സ്ക്രീനിലൊരു പെട്ടെന്നൊരു സാധനം വന്നതാണ്, സോറി ഡിയസ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളുടെ സ്മാർട്ട് ഫോൺ ഓഫാക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലീഡർമാർ ഒരു കാര്യം പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫോളോ അപ്പിന് വേണ്ടി നമ്മൾ അപ്ലൈനെ കൊണ്ടുപോകും. എന്നിട്ട് നടുവിലിരിക്കുന്ന നമ്മളുണ്ട്, അതായത് നമ്മുടെ ഡൗൺ ലൈനിൻ്റെയും നമ്മൾ അപ്ലൈൻ്റെയും നടുവിലിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മൊബൈലിലോ വേറെ വർത്തമാനത്തിലോ നിൽക്കും. അല്ലെങ്കിൽ സാറ് ഫുള്ള് പറഞ്ഞോളൂ ഞാൻ പുറത്തുണ്ടെന്ന് പറയും, ഞാൻ കാറിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ 1-2 ഫോൺ ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ മൂത്രയിക്കാൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് നടക്കുന്ന സമയം ഉണ്ടാവും. ഉദാഹരണമായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളേക്കെന്ന് പറ്റുന്ന നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അപ്ലൈനെ നീട്ടി നിന്നിട്ട് സ്ലൈഡൊക്കെ നീക്കി വലിയ ഗീർവാണ സംസാരങ്ങൾ നടക്കുന്നുണ്ടാവും. നമ്മളാണ് അവിടുത്തെ പാറാവുകാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പണിക്കാരെ പോലെ അവിടെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നിൽക്കണം. നമുക്കാണ് ആ ക്ലാസ് ഒന്ന് ആദ്യം ചിന്തിക്കേണ്ടേ. നമ്മൾ മുന്നിലിരുന്ന് നോട്ട് ചെയ്യേണ്ട ആ കാര്യങ്ങൾ. നമ്മളിങ്ങനെ പല കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാൽ കുഴപ്പമില്ല, നമ്മൾ അപ്ലൈന് പറയണം സാറേ ഞാനൊന്ന് ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് റെസ്റ്റ് എടുക്കുന്നത്, ഇതിൻ്റെ ബാക്കി നിങ്ങളൊന്ന് എടുത്താന്ന് പറഞ്ഞുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് എന്താ ചെയ്യുക, ശരി മനസ്സിലായിട്ടാണ് ആ കുട്ടി അങ്ങനെ നടക്കുന്നതെന്ന് പറയാം. അതൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ നടന്നിട്ടത് തീരുമില്ല. രണ്ടാമത്തൊന്നാണ് നമ്മൾ വെറുതെ ഇൻട്രോപ്റ്റ് ചെയ്യരുത്. ഒരു കാര്യം പറയുന്ന സമയത്തോ ചിന്താധാരയിലോ നമുക്ക് ഇൻട്രോപ്റ്റ് ചെയ്ത് പറയരുത്. നമ്മൾ സമ്മതം ചോദിച്ചാൽ സാറേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ വേണം സംസാരിക്കാൻ. അപ്ലൈൻ സംസാരിക്കുന്ന സമയത്ത് കയറിയിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തരുത്. മറ്റൊന്നാണ് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക. നമ്മൾ എന്താ പറയുന്നത്, ഒരാളെയും നമ്മൾ അസ്യൂം ചെയ്യരുത്, ജഡ്ജ് ചെയ്യരുത്. അയാൾ തെറ്റന്നെ പറഞ്ഞത്, ഞാൻ രാജ സ്വന്നത് മട്ടും അല്ല നമ്മൾ ചെയ്യുക, നമ്മളെ പണ്ട് എന്താ പറയുക സ്രാങ്ക് പറയണത് കേട്ടാൽ മതി എന്നുള്ള ആ സ്വഭാവം നമുക്ക് പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചിലത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ നമ്മുടെ ട്രിഗറിങ് പോയിൻറ്റ്സിനെ കുറിച്ച് നമുക്കൊരു മാനേജ് നമുക്ക് ചെയ്യാൻ പറ്റണം. എങ്ങനെ പറയണം, ആ ട്രിഗറിങ് പോയിൻറ്റ്സ് എവിടെ എപ്പോൾ എങ്ങനെ വെക്കണം, അത് കൃത്യമായിട്ട് നമുക്കറിയണം. മറ്റൊന്നാണ് നമ്മൾ നിർബന്ധമായിട്ടും എന്താ പറയുക നിങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അങ്ങനെ വാലിഡേറ്റ് ചെയ്യുക, നമ്മൾ പറയുന്നതും കേൾക്കുന്നതും വാലിഡേഷൻ നടത്തുക. ആക്ച്വലി ഇത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പറയാത്തത് എന്തെങ്കിലും ബാക്കിയുണ്ടോ, ലീഡർക്ക് ചോദിക്കാം. തൻ്റെ ഡൗൺലൈൻസിനോട് ചോദിക്കുക. ഒരു സദസ്സിൽ നിന്ന് ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ വിചാരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വല്ലതും ഞാൻ പറയാൻ ബാക്കിയുണ്ടോ, ഇനി എന്തെങ്കിലും സം മോർ ക്വസ്റ്റ്യൻസ് വല്ല ഒബ്ജക്ഷൻസ് നിങ്ങൾക്കുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ എല്ലാം ക്ലാരിറ്റി ഇല്ലേ, ഇതൊക്കെ ഈ സദസ്സ് ഉറപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രോസ്പെക്റ്റിന് മുമ്പിൽ പോയാലും ഈ കാര്യം നിർബന്ധമാണ്. നമ്മളെന്തൊക്കെയോ കഥ പറഞ്ഞിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ അപാര കഥ പറയും. പക്ഷേ ഈ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ കോടികൾ അസറ്റുള്ള വ്യക്തിയാവും. അയാൾക്ക് ഇത് തലയിൽ തന്നെ കയറിയിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ നീറ്റു പോവുകയാണ്. പക്ഷേ നേരെ മറിച്ച് അദ്ദേഹത്തിന് വേണ്ടത് സർവീസ് മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്രോസ്പെക്റ്റസിനെ അറിയണം എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട്. എന്നാൽ പോലും നമുക്ക് ചോദിക്കാം സാറിന് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. സോ നല്ലൊരു സെറ്റ് ചെയ്യാൻ നല്ലതാണ്. സോ ആറാമത്തെ കാര്യം സിനർജൈസ്. ഈ സബ്ജക്റ്റും നമ്മളുടെ മോർണിംഗ് സെഷനുകളിൽ ഒരു സബ്ജക്റ്റായിട്ട് മാത്രം എടുക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു ശക്തിയാണ് സിനർജൈസ് എന്ന ശക്തി. അത് ഈ ബിസിനസ്സിനകത്തുണ്ട് എന്നതാണ് കാര്യം. ഈ ബിസിനസ്സിനകത്ത് നമുക്കറിയാം എനർജി പ്ലസ് എനർജി ഈസ് ഈക്വൽ ടു സിനർജി എന്നാണ് പറയുന്നത്. ഒരുപാട് ശക്തികൾ കൂടിയ ഒരു സിംഗിൾ ശക്തിയാണ് സത്യം പറഞ്ഞാൽ സിനർജി എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഈ ബിസിനസ്സിനകത്ത് പലതരം മേഖലയിൽ വന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അപ്ലയൻസിൻ്റെ ജീനോളജി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഡൗൺലൈൻസിൻ്റെ ജീനോളജി എടുത്ത് നോക്കുക. ഒരാൾ എന്താ പറയുക മെഡിക്കൽ എൻട്രൻസ് സ്ഥാപനം പൂട്ടി വരുന്ന ആളായിരിക്കും, മറ്റൊരാൾ 4ാം ക്ലാസ്സും ഗുസ്തിയിൽ വരുന്ന ആളായിരിക്കും, മറ്റൊരാൾ
എന്താ പറയുക പീപ്പിൾ മാനേജ്മെൻറ്റിലെ സ്കില്ല് തെളിയിച്ചയാളാവും, മറ്റൊന്ന് നമ്മളുടെ വലിയ IT പ്രൊജക്റ്റ് മാനേജറായിരിക്കും, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ടീച്ചറാവും, മറ്റൊരാൾ ട്രെയിനറാവും, മറ്റൊരാൾ നല്ല വീട്ടമ്മയാവും, മറ്റൊന്ന് വലിയ രാഷ്ട്രീയ പ്രമുഖനാവും, മറ്റൊന്ന് വലിയ കോളേജിലെ HM ആവും, അതല്ലെങ്കിൽ കോളേജിലെ മറ്റുള്ള ആളുകളാവും. ഇങ്ങനെ തുടങ്ങി 100,000 മേഖലയിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, തറവാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, തറവാട്ടില്ലാത്ത താഴെത്തട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് തലത്തിലാളും ഈ ബിസിനസ്സിനകത്ത് വരുമല്ലോ. അവരൊക്കെ മാനേജ് ചെയ്യാനും അവരുടെ ശക്തികൾ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് ക്യുമുലേറ്റ് ആകുകയും നിൽക്കുന്ന സമയത്ത് ഒരു വലിയ എക്സ്പ്ലോഡിങ് എനർജി അവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സിനർജി. അതാണ് ഈ ബിസിനസ്സിൻ്റെ ടുഗദർ ഈസ് ബെറ്റർ. നമുക്ക് പറയാം, എപ്പോഴും പറയാം, ഒത്തുപിടിച്ചാൽ മലയും പോരും. ലോകത്ത് എപ്പോഴും പറയുന്ന വാക്കാണ് യദുല്ലാഹി അലൽ ജമാ എന്നൊരു തത്വജ്ഞാനമുണ്ട്. അതായത് ഐകമത്യം മഹാബലം, അതായത് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ മലയെ നമുക്ക് മറിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ആ ഒരുമിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം, നമ്മുടെ മൈൻഡ് ഒന്നാവണം, ടീം പ്ലെയറായി നമ്മൾ മാറണം. സിനർജൈസിലെ പ്രധാന വാക്കാണ് സിനർജി ഈസ്. സിനർജി എന്നാൽ എന്താണ്? സെലിബ്രേറ്റിംഗ് ഡിഫറൻസ്, അതായത് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എല്ലാ കളറിനെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. വിബ്ജിയോർ എന്ന് പറയുന്നത് 4 കളറാണ്, 7 കളറാണ്. നിങ്ങൾക്കറിയാം വയലറ്റ്, ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിബ്ജിയോറിൻ്റെ 7 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന കളറാണ്. പക്ഷേ ഈ എല്ലാം കൂടി ഒരു സൂര്യൻ്റെ കളറാകുന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യ ആണ് ഏറ്റവും നല്ല സിനർജിക്ക് ഉദാഹരണം. ഇതിനേക്കാൾ നല്ല രാജ്യം ലോകത്തില്ല എന്നതാണ് കാര്യം. പല മതക്കാരും ഇസങ്ങളും തത്വജ്ഞാനികളും അതൊക്കെ എല്ലാ ചിന്താധാരകളും ഉള്ളത് കൂടിയിട്ടുള്ള ഒന്നാണ് ഇന്ത്യ. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിൻ്റെതോ അല്ലെങ്കിൽ മതത്തിൻ്റെതോ ആരുതുമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ്റെ എന്ന് പറഞ്ഞ പോലെ സെലിബ്രേറ്റിംഗ് ഡിഫറൻസസ്, എല്ലാത്തിനെയും നമുക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുക എന്നുള്ളതാണ്. നമ്മൾ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ മനോജ് സാറിൻ്റെ കുറച്ച് മുന്നേ പറഞ്ഞൊരു സെഷൻ ഓർമ്മയുണ്ട്. കാട്ടിൽ സിംഹവും വേണ്ടേ, നരികളും കടുവയും പുലികളും എല്ലാം വേണ്ടേ, എപ്പോഴല്ലേ കാട് കാടാവുള്ളൂ. പക്ഷേ നമ്മൾ തീരുമാനിച്ചാൽ മതി, ഞാൻ സിംഹം മാത്രമേ ആകൂന്ന്. ഇത്രയേ ഉള്ളൂ ഇതിൽ തീരുമാനം. അതായത് ഞാൻ ഈ കാട്ടിനകത്ത് സിംഹമേ ആകൂ. അതായത് സ്വന്തം കാര്യം ഒറ്റയ്ക്ക് നിന്ന് താൻ തന്നെ ഒരു കിങ് മെൻറ്റാലിറ്റിയിൽ, ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റിയിൽ പൊരുതുന്നവനെയാണ് കിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ലയൺസ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സാധനം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ സിനർജി എന്തല്ല, ടോളറേറ്റിംഗ് ഡിഫറൻസസ്, സഹിക്കലല്ല. ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, സാറേ ഞാൻ ടീമിനെ കൊണ്ട് കുടുങ്ങി പണ്ടാറടക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടല്ല. അത് എൻജോയ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് 200 ആളെയാണ്, അവിടെ പോയ സമയത്ത് ആകെ 20 ആളുള്ളൂ. എൻജോയ് ചെയ്യാതെ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുക. ഒരാൾ വന്നാലും ഇൻട്രസ്റ്റിങ്. അല്ലാതെ ഞാൻ വിചാരിച്ച ആൾ ഞാൻ എൻ്റെ പോയിൻറ്റും പറയില്ല, എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് വയ്യ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആൾക്കാരുടെ വന്നില്ല. ഇതൊക്കെ ലീവ് ഇറ്റ്, എൻജോയ്, എല്ലാ മൊമെൻറ്റും എൻജോയ് ചെയ്യും. ടീം വർക്കാണ് സിനർജി എന്ന് പറഞ്ഞത്. വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി, ഒറ്റയ്ക്കെന്ന് വർക്ക് ചെയ്യില്ല. ആദ്യം ടീം ഫസ്റ്റ്. നമ്മൾ ടീമിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം. ഒരിക്കലും എൻ്റെ ആ വർക്ക് മാത്രമേ ഞാൻ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സാറെ സ്പോൺസർ ചെയ്ത 2 ആളുണ്ട്, ഇവരോട് കൂടെ എനിക്ക് നിങ്ങളെ ഫോട്ടോ കാണുള്ളൂ, മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താണ് മുങ്ങുന്നുണ്ടാവും. ഇതൊക്കെ നാളെ കൗണ്ട് ചെയ്യപ്പെടും. നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ടീമിനകത്ത് എവിടെ ഇടപെടണമോ ആ സമയത്തിൽ അവർക്കൊരു പ്രതീക്ഷയായി അത്താണിയായിട്ടുണ്ടാവണം. ടീമിന് തോന്നണം എൻ്റെ ലീഡർ എൻ്റെ ഒരു അത്താണിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രതീക്ഷ കേന്ദ്രമാണ് താനെന്ന്, ഒരു സാന്ത്വന മന്ത്രണമാണ് താനെന്ന് നമ്മുടെ ഡൗൺലൈൻസിന് തോന്നുമ്പോഴാണ് നമ്മുടെ എനർജി ലെവൽ വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലുതാകുന്നത്, വലുതായിട്ട് കത്തുന്നത്. സോ മറ്റൊന്നാണ് സിനർജി എന്ന് പറഞ്ഞാൽ ഓപ്പൺ മൈൻഡ്നെസ് ആണ്. എല്ലാം തുറന്നു കേൾക്കാനുള്ളൊരു മനസ്സ്. അല്ലാതെ ഒരു അറോഗൻ്റായിട്ട് ഞാൻ ചിന്തിച്ചതന്നെ, ഞാൻ പിടിച്ച കോലിന് 30 കൊമ്പ്, ഞാൻ പറഞ്ഞതാ സാറങ്ങൾ പറഞ്ഞൊന്നുമല്ല ഇതിൻ്റെ ശരി, ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ശരി, അതിൻ്റെ അപ്പുറത്തൊരു ശരിയില്ല. അതാണ് നമ്മൾ എപ്പോഴും പറയാം. നമ്മുടെ ഓർമ്മ ശരിയെങ്കിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ, ഈ അടുത്ത കാലത്തല്ല കുറച്ച് മുന്നേ, നമ്മുടെ കരൺ ജോഹറുമായുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, എന്താ പറയുക, ഗമണ്ട് ആൻഡ് കോൺഫിഡൻസ് തമ്മിലുള്ള, അതായത് അഹങ്കാരവും കോൺഫിഡൻസ് തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനേ ശരിയുള്ളൂ എന്നുള്ളതാണ്, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരി എന്നുള്ള ആ ചിന്താഗതി. ഇങ്ങനെ ലോകത്ത് രണ്ടും അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞെത്തുന്നത്, എവിടെയാണ് നമ്മുടെ അഹങ്കാര ചിന്താഗതി, ഈഗോ മെൻറ്റാലിറ്റി, അവിടെ നമ്മൾ തോൽക്കുന്നുണ്ടാകും. എവിടെയാണ് നമ്മളുടെ ഈ ഓപ്പൺ മൈൻഡ്നെസ്, എന്തിനോടുള്ള ഒരു ജെല്ലാകാനുള്ള ഒരു ലൂബ്രിക്കൻ്റ് മെൻറ്റാലിറ്റി, അത് നമുക്ക് വിജയം നൽകുന്നുണ്ടാകും. സോ സീരിയസ്ലി ഓപ്പൺ മൈൻഡ്നെസ് ആവുക, എപ്പോഴും തുറന്ന് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്ലൈനെയും കേൾക്കണം, ഡൗൺ ലൈനെയും കേൾക്കണം. അല്ലാതെ അപ്ലൈൻസിനെ മാത്രമേ കേൾക്കുള്ളൂ, ഡൗൺ ലൈൻസ് ഞാൻ കേൾക്കേ ഇല്ല എന്നുള്ള മനോഭാവം തെറ്റാണ്. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ചിലപ്പം അത് അടിച്ച് ഏൽപ്പിക്കുന്ന പരിപാടികളൊക്കെ ചിലപ്പം വരും. അതായത് ഇത് ഇങ്ങനെ തന്നെയാണ്, തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഡേഞ്ചറായി മാറും നാളെ. സോ നാലാമത്തെ കാര്യമാണ് ഫൈൻഡിങ് ന്യൂ ആൻഡ് ബെറ്റർ വേസ്. നല്ല വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് സിനർജി എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ള വഴി വെച്ച് കോംപ്രമൈസ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, സിനർജിയുടെ പാർട്ടല്ല. സിനർജിക്കാരന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല വഴി, ഹൗ ടു ഡു ബെറ്റർ, എങ്ങനെ അത് നന്നായിട്ട് ഒന്നും കൂടി ചെയ്യാം, ആ പ്ലാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രശ്നം എനിക്ക് ഒന്നും കൂടെ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യം സാറേ നടക്കുന്നില്ല, എൻ്റെ ആ സൈഡിലെ ബിസിനസ് നടക്കുന്നില്ല, എങ്ങനെ ഫൈൻഡ് എ ന്യൂ വേ, ഒരു പുതിയ വഴി കണ്ടെത്തുക. അങ്ങനെ സിനർജി വർക്കൗട്ട് ചെയ്യണം. തൻ്റെ ടീമിനകത്ത് എല്ലാത്തിൻ്റെ ഉത്തരം ഉണ്ടോയെന്നാണ് കാര്യം. ലോകത്ത് ഒരു ഹദീസിൽ പറയുന്നത്, പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലൈസ ഹുനാക്ക ദാവുൻ ഇല്ല അലൈ ദവ,
അതായത് ലോകത്ത് മരുന്ന് ഇറങ്ങിയിട്ടേ അസുഖം ഇറങ്ങിയിട്ടുള്ളൂ. അതായത് സൊല്യൂഷൻ ഇറങ്ങിയതിന് ശേഷമാണ് അത്രേ ദൈവം ഈ ഭൂമുഖത്തേക്ക് പ്രശ്നം ഇറക്കിയത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തോ ഒരു പ്രശ്നം ലോകത്തുണ്ടോ ആ പ്രശ്നത്തിൻ്റെ തൊട്ട് മുന്നേ അതിൻ്റെ സൊല്യൂഷൻ വന്നിട്ടുണ്ടാകുന്നതാണ്. അതിന് ഉദാഹരണമുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ശരാശരി ഞാൻ ഒരു കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം ചിലപ്പം 50,000 ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ 30,000 ആയിട്ട് ഒരു നല്ലൊരു സംഖ്യ കിട്ടി വീട്ടിലേക്ക് സന്തോഷത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 30,000 ആയിട്ട് വരുമ്പോൾ 30,000-ൻ്റെ ഒരു പുതിയ ചിലവ് വീട്ടിലുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം കണ്ടറിഞ്ഞ് തന്നതാണ്. നേരെ മറിച്ച് ഈ സംഖ്യ ഇല്ലാതെ ചില വന്നിരുന്നെങ്കിൽ എന്തോ ആകുമായിരുന്നു. അതായത് നമ്മൾ ശരിക്കും ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക, നമ്മളെ കയ്യിൽ നല്ലൊരു വരുമാനം കിട്ടി ഈ ആഴ്ച, അപ്പോൾ അത് 50,000 ആണ്. നമ്മൾ ത്രില്ലടിച്ച് നിൽക്കുമ്പോൾ കാണാം ഒരു 50,000-ൻ്റെ വേറൊരു ചിലവ്, പ്രതീക്ഷിക്കാത്തൊരു ജീവിത ചിലവ് വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ പ്രതീക്ഷിക്കാത്ത ചിലവ് വന്നും ചെയ്ത് നമുക്ക് ഈ സംഖ്യ വന്നില്ലെങ്കിൽ എന്തായിരിക്കും? തിരിച്ചിങ്ങോട്ട് ചിന്തിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവം നമുക്ക് എന്ത് പ്രതിസന്ധി തരുന്നുവോ അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിൻ്റെ പരിഹാരവും കൂടി ഉണ്ടായിരിക്കും എന്നത് സത്യമാണ്. സോ ഫൈനലായിരിക്കുന്നതാണ് സിനർജിയുടെ ഉദാഹരണം എന്ന് പറയുന്നത്. ഈ സിനർജിക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞപ്പോൾ കണ്ടില്ല, നമ്മൾ ഈ നുള്ളി യോജിപ്പിക്കുന്നതാണ് ഈ സിനർജി എന്ന് പറയുന്നത്. സോ മറ്റൊരു കാര്യമാണ്, 2 കുതിരകൾ കൂടി വലിച്ചാൽ 2 horses can pull about 9,000. ഹൗ മെനി പൗണ്ട്സ് 4 horses can pull? അതായത് 2 കുതിരകൾ കൂടി വലിച്ചാൽ 9,000 പൗണ്ട് ഭാരത്തെ വലിച്ചു കൊണ്ടാകാൻ പറ്റും. അപ്പം 4 കുതിരകൾ തമ്മിൽ വലിച്ചാൽ എത്രയുണ്ടാകും? കണക്ക് സൂചിപ്പിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് വിടാൻ പറഞ്ഞതായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും സമയം ഇല്ലാത്തതുകൊണ്ട്. സോ സീരിയസ്ലി ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കണക്കിൽ എത്ര വരും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതായത് 2 കുതിരകൾ കൂടിയിട്ട് ഒരു ഭാരം വലിക്കുന്നുവെങ്കിൽ 9,000 പൗണ്ട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയെങ്കിൽ 4 കുതിരകളാണെങ്കിൽ എന്താണ്? ആ 9നെ 2 ഇട്ട് ഗുണിച്ചിട്ട് 1,80,000 എന്നാണ് നമ്മുടെ ഉത്തരം വരാൻ സാധ്യതയെങ്കിൽ ആ 4 കുതിരകൾ കാണിക്കുന്നത് ഒരിക്കലും 1,80,000 അല്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, വരുന്നത് ഏകദേശം എന്താ പറയുക ഈ കണക്കാണ്. അതായത് 30,000 10 100 1000 10,000 30,000-ത്തിലേക്ക് 18,000-ൽ നിന്ന് ഇതിലേക്കാണ് വരുന്നത്. സോ ഈ ഒരു കണക്കാണ് നമുക്ക് കാണിക്കുന്ന സിനർജി എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു എനർജിയിലേക്കാണ്. അതായത് 2 ആൾ കൂടിയാൽ നടക്കുന്ന ഒരു പ്ലാനോ വർക്കോ ആയിരിക്കില്ല അത് 4 ആൾ കൂടിയാൽ. ആ റിസൾട്ടും ആയിരിക്കില്ല അത്. 2 ആൾ കൂടി വിളിച്ചാൽ വരുന്ന ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം ആയിരിക്കില്ല 4 ആൾ കൂടി വിളിച്ചാൽ. അത് വേറൊരു ലെവലിലേക്കുള്ളൊരു ആൻസർ ആവും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും സിനർജിക്ക് അപാര സാധ്യതയുള്ള ഏക ബിസിനസ്സാണ് ഇത്. സോ സീരിയസ്ലി സിനർജി ഈസ് ദാറ്റ്. ഈ 3 സാധനം ലാസ്റ്റ് പറഞ്ഞ തിങ്ക്, വിൻ വിൻ വിൻ, അതേപോലെ തന്നെ ആദ്യം സ്വന്തം മനസ്സിലാക്കാം പിന്നെയാണ് മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കൽ, അതേപോലെ സിനർജി, ഈ 3 സാധനവും പബ്ലിക് വിക്ടറിക്ക് സഹായിക്കുന്ന സാധനമാണ്. ആദ്യം പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് വിക്ടറിയാണ്, പിന്നെ പറയുന്നത് പബ്ലിക് വിക്ടറി. അപ്പോൾ ലോകത്ത് എല്ലാവർക്കും ജയിക്കണമെങ്കിൽ ഈ മെൻറ്റാലിറ്റി നമുക്ക് നിർബന്ധമാണ്. എൻ്റെ താഴെ വന്ന വ്യക്തി ജയിക്കണം എന്ന മെൻറ്റാലിറ്റി വരാതെ ഈ മെൻറ്റാലിറ്റി വന്ന വ്യക്തി വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അല്ലാതെ സാറേ എനിക്ക് നല്ല താല്പര്യമാണ് എൻ്റെ ഓർക്ക് 1ഉം 2ഉം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് സാറേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവൻ്റെ കൂടെ കണ്ടിട്ടില്ലല്ലോ, അത് സാറേ പിന്നെ അവിടെയാണ് ഇത് പാളുന്നത്. സോ ഈ വിൻ വിൻ പ്രൊജക്റ്റ് ആഗ്രഹിക്കുന്ന വ്യക്തി അതിനനുസരിച്ച് ഗ്രൗണ്ടിലുണ്ടാവും, അദ്ദേഹത്തിന് തെളിവ് സാധനം ഉണ്ടാവും. സാറേ ആ സ്ഥലത്ത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ചെയ്യാൻ അടുത്ത പ്ലാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം. അതല്ല എങ്കിൽ ഈ വിൻ വിൻ പ്രോജക്റ്റ് നാവുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ പബ്ലിക് വിക്ടറിക്ക് വേണ്ടി താല്പര്യമുള്ള വ്യക്തി നമ്മൾ നന്നായി എടുക്കുക, സിനർജിയെ ഉപയോഗിക്കാമെന്നാണ്. ഫൈനൽ പോയിൻ്റോട് കൂടി ക്ലാസ് അവസാനിക്കുന്നു. ലാസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പോയിൻ്റ്, ദാറ്റ് ഈസ് ഷാർപ്പൻ ദ സോ. നമ്മളുടെ എന്താ പറയുക വാളിനെ മൂർച്ച കൂട്ടുക. ഈ വാളിനെ മൂർച്ച കൂട്ടുക എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കേണ്ടത് ഒറ്റ കാര്യമാണ്. നമ്മളുടെ വാൾ മൂർച്ച കൂട്ടാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഥയായിട്ട് പറയാറുണ്ട്. അതായത് 2 മരം വെട്ടുകാർ മാർക്കറ്റിൽ വന്ന് നല്ല കച്ചവടം നടത്തുന്ന ആളുകളാണ്. അതിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു, സാറേ ഞാൻ നിങ്ങളെ കാണുന്നതിൽ ഒരു അത്ഭുതം എനിക്കുണ്ട്. ഞാൻ രാവിലെ പോയിട്ട് വൈകിട്ട് വരെ അതല്ലെങ്കിൽ ദിവസങ്ങളോളം നിന്നിട്ട് എത്ര വിറക് ശേഖരിക്കുമോ അതുപോലെയുള്ള അതിനേക്കാൾ വലിയൊരു ബണ്ടിലായിട്ടാണ് നിങ്ങൾ വരുന്നത് കാട്ടുന്നത്. 2 പേരും കാട്ടുന്നു വരുന്നത് അത്രയും വലിയ ബണ്ടിൽ തന്നെയാണ്. പക്ഷെ സാറേ നിങ്ങൾ കാട്ടിലേക്ക് വരുന്നത് ആകെ അവിടെ 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾ വെട്ടുന്നത് കാണുന്നുള്ളൂ. പക്ഷേ ആ മരത്തിൻ്റെ കെട്ട് കാണുമ്പോൾ, തടിക്കച്ചവടം നമ്മൾ നടത്തുമ്പോൾ ആ തടിയുടെ കണക്ക് കാണുമ്പോൾ അത് എന്നേക്കാൾ കൂടുതലോ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ വെട്ടിയത് 4 ദിവസമാണെങ്കിൽ നിങ്ങൾ ആകെ 1 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറേ ഉള്ളൂ. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ നീ എന്നും പോകുന്നത് മൂർച്ചയില്ലാത്ത ഈ മഴ കൊണ്ടാണ്. ഇതുകൊണ്ട് വെട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് വീട്ടിനകത്തിരുന്ന് മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ നീ ഒരു പക്ഷേ 10 വെട്ട് വെട്ടുന്നിടത്ത് എനിക്ക് 1 വെട്ട് വെട്ടിയാൽ എനിക്ക് ആ മരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഇതാണ് ജീവിതത്തിൽ തിരിച്ചറിയാനുള്ളത്. നമ്മൾ നമ്മുടെ ആയുധം എന്നും മൂർച്ച കൂട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ആയുധത്തെ മൂർച്ച കൂട്ടുന്നത്? ഈ കാര്യങ്ങൾ ചെയ്താൽ ഷാർപ്പൻ ദ സോ, നമ്മളെ വാള് മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണ്? ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ പോയിൻ്റോട് കൂടി ക്ലാസ് അവസാനിക്കും. സീരിയസ്ലി അയച്ചോക്കെ ഇവിടെ നമ്മുടെ ബോഡി, ഹാർട്ട്, മൈൻഡ്, സോള്,
നമ്മളുടെ ആത്മാവിനെ, നമ്മളുടെ മൈൻഡിനെ, നമ്മളുടെ ഹാർട്ടിനെ, നമ്മളുടെ ബോഡിയെ നമ്മൾ ഷാർപ്പൺ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു മാറ്ററാണ്. നമ്മളെ ബോഡിയെ നമ്മളെങ്ങനെ ഇത് ചെയ്യൽ, എക്സസൈസ് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഈറ്റ് ഹെൽത്തി ആയിട്ട് കഴിക്കണം, അതേപോലെ കൃത്യമായിട്ടുള്ള ഉറക്കമുണ്ടോ നോക്കണം, അതേപോലെ തന്നെ നമ്മളുടെ റിലാക്സേഷൻ, പ്രോപ്പർ റെസ്റ്റ്, അതായത് നമ്മളുടെ എന്താ പറയുക, ഒപ്റ്റിമൽ ഹെൽത്ത് മെയിൻ്റനൻസിൻ്റെ റീഗ മുന്നോട്ട് വെച്ച, WHO മുന്നോട്ട് വെച്ച ആ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തലാണ്. സോ സീരിയസ്ലി നമ്മൾ എക്സസൈസ് ഇല്ലെങ്കിൽ മൈ ഡിയേഴ്സ് നമ്മൾ നമ്മളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നില്ല, 100% മനസ്സിലാക്കുക. അതായത് ലോകത്ത് ഈ അടുത്ത കാലത്ത് നമ്മളുടെ എന്താ പറയുക, ഫിസിയോളജിയും സൈക്കോളജിയും എല്ലാം കൂടിയ സയൻസ് എന്ന് പറയുന്നത് ഒരു നല്ല സെറ്റായ ഹെൽത്തി ബോഡിയിൽ നിന്നേ ഹെൽത്തി പോസിറ്റീവ് എനർജി വരുള്ളൂ. ആ പോസിറ്റീവ് എനർജിയിൽ നിന്നേ ഒരു ഹെൽത്തി സക്സസ് ഉണ്ടാവുള്ളൂ. നേരെ പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന, സാറേ എൻ്റെ ബോഡി എത്ര വീക്കാണെങ്കിലും മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്, അതൊരു അളവ് വരെ ഉണ്ടാവുള്ളൂ. മൈ ഡിയേഴ്സ്, നമ്മളുടെ മൈൻഡ് എത്ര സ്ട്രോങ് ആണോ അതുപോലെ സ്ട്രോങ് ആക്കണം ബോഡിയെ. കാര്യം എന്താണ്, നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, തലയിലേക്ക് കൊല്ലുന്ന പാറ, ആ പാറ എത്ര കനമുണ്ടോ ആ പാറക്കനുസരിച്ച്, ഭാരത്തിനനുസരിച്ച് നമ്മുടെ ബോഡി സെറ്റ് അല്ലെങ്കിൽ നമ്മളെ കഴുത്ത് ഉളുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ശരീരം തകരുന്നുണ്ടാകും. ഇതേപോലെയാണ് നമ്മുടെ മൈൻഡ് അപാര പവർഫുള്ളാണ്, അതിനനുസരിച്ച് ബോഡിയെ പവർഫുൾ ആക്കണം. അതേപോലെ നമ്മുടെ ഹാർട്ടിനെ വിശാലമാക്കണം, അതിനകത്ത് നല്ല സന്തോഷം ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, റിലേഷൻഷിപ്പ് ഉണ്ടാവണം, നല്ല ലവ് ആൻഡ് കെയർ കൊടുക്കാൻ പറ്റണം. അത് ഹാർട്ടിൻ്റെ നമ്മുടേതാണ്, മൂർച്ച കൂട്ടുന്ന പരിപാടിയാണ്. മൈൻഡിനെ നമ്മൾ ശക്തിപ്പെടുത്തുന്ന സാധനം റീഡ്, വായിക്കാതെ ഈ ബിസിനസ് വളരില്ല മക്കളെ. ലോകത്ത് എപ്പോഴും തിരിച്ചറിയാനുള്ളത്, ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ കഥ പറയുമ്പോൾ ഏറ്റവും പ്രധാനം, ലോകത്ത് വന്ന മില്ലേനിയേഴ്സിൻ്റെ ആകെ 2% താഴെ കണ്ട് മാത്രമേ നമ്മളുടെ ഈ എന്താ പറയുക, ഞാൻ സാറേ ഷെയറിൽ കളിക്കുന്നുണ്ട്, ഞാൻ എന്താ പറയുക മറ്റേ ഇതിൽ കളിക്കുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങി നമ്മളുടെ ഇന്നത്തെ വള്ളിപ്പൊട്ട് പരിപാടികൾക്ക് ക്വിക്ക് റിച്ച് സ്കീമിന് വേണ്ടി പറക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ തന്നെ കോടീശ്വരനാകാന്നുള്ള പ്രോജക്റ്റുകൾ. ഇതിനകത്ത് രക്ഷപ്പെട്ട ആൾക്കാർ ആകെ 2% താഴെയാണത്രേ. പക്ഷേ 60% കോടീശ്വരന്മാരും വന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നാണ്. ഇത് ലോകത്ത് നടന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം അതിൽ പറയുന്ന അടുത്തൊരു വരിയുണ്ട്, രണ്ടാമത്തെ ഒരു വരി നമ്മളുടെ ഇയാളുടെ സ്പീച്ചിലാണ് പറയുന്നത്. നമ്മളുടെ യു ക്യാൻ വിൻ എഴുതിയ ഷിക്വേരയുടെ പുസ്തകത്തിലാണ് ആ സാധനം പറയുന്നത്. പുസ്തകത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്. ഈ ലോകത്ത് വന്ന 85% കോടീശ്വരന്മാരും ഡിഫറൻ്റായി ചെയ്തത് ദേ യൂസ്ഡ് ടു റീഡ് ബുക്സ് എന്നാണ്. ആ പദം മറക്കരുത്, യൂസ്ഡ് എന്ന പദം ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ പുസ്തക വായന സ്ഥിരമുണ്ടായിരുന്നു. സോ സീരിയസ്ലി നമ്മൾ മനസ്സിലാക്കുക, ഈ ഇൻഡസ്ട്രിക്കകത്ത് വന്നിട്ട് നമ്മൾ ഡെയിലി വായന ഇല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഒരിക്കലും മൂർച്ച കൂടുന്നില്ല. മൂർച്ച കൂടാത്ത മൈൻഡാണ് നമ്മൾ വിജയം നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അതാണ് നമ്മൾ നിർബന്ധമായിട്ടും വായന മസ്റ്റാണ്. ദെൻ സോൾ, ആത്മാവിൻ്റെതാണ് നമ്മൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ നടത്തുന്നത്, വേണ്ടാത്ത ചിന്തകളായിട്ട് നടക്കാതിരിക്കുന്നത്, ഒരാളുടെ വൈരാഗ്യം വേണ്ട, വിദ്വേഷം വേണ്ട, ഏത് മതമായാലും പാർട്ടിയായാലും എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുക. ശത്രുവിനെ ശത്രുവായിട്ട് നിർത്താനും, ഒരു പക്ഷേ ശത്രു നമ്മൾ ഇരിക്കുന്നത് മിത്രമാണ്. കാരണം ശത്രു ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളെ എനർജി കൂടിയത്. അർത്ഥത്തിൽ നമ്മൾ താങ്ക് ഗോഡ്, ദൈവത്തോട് നന്ദി പറയണം. എന്തോ ഒരു ചലഞ്ച് നമുക്ക് വന്നപ്പോൾ, കടങ്ങളാവട്ടെ, പ്രയാസമാവട്ടെ, ശത്രു ചീത്ത പറഞ്ഞതാവട്ടെ, അപ്പോഴാവും നമ്മൾ ഉണർന്ന് ചിന്തിച്ചത്. അന്ന് തൊട്ടാവും നമ്മൾ ശരിക്കും വർക്ക് തുടങ്ങിയതും നമ്മുടെ ജീവിതത്തിലെ സക്സസ് ഉണ്ടായതും. ആ അർത്ഥത്തിൽ ശരിക്കും ദൈവം കനിഞ്ഞേകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ച്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നമ്മൾ വിശാലമായ ഒരു സോളിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ ജീവിതം തന്നെ മനോഹരമാണ് എന്നതാണ് അർത്ഥം. ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് സീരിയസ്ലി വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ 7 ഹാബിറ്റ്സ് നമുക്ക് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മകളും വിജയങ്ങളും നേർന്നുകൊണ്ട്, ഈ തുന്നിച്ചേർക്കപ്പെട്ട ഡയമണ്ട് പോലെ, ഒരു മുത്തുമാലയിലെ മുത്തുമണികളെ പോലെ ദൈവം നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തട്ടെ. സ്നേഹത്തിൻ്റെയും വിജയത്തിൻ്റെയും വലിയ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചിട്ട്, ഉന്നത വിജയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ ഇനിയും ഭാഗ്യമുണ്ടാവട്ടെ, സാന്നിധ്യം ഒരുങ്ങട്ടെ. SBGയും ട്രിലേഴ്സ്, നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ തുടങ്ങി എല്ലാവരും നമ്മൾ കൂടെയുണ്ട്. എല്ലാവർക്കും നന്മ നേർന്ന് എല്ലാവരും വിജയത്തിലെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, നമ്മൾ ഇന്ന് സക്സസ് ട്രാക്കിലാണ്. വിജയം കുറച്ച് വൈകിയാലും സക്സസ് നോട്ട് ബി ഡിനൈഡ് ബട്ട് ബി ഡിലൈഡ്. ഒരു പക്ഷേ കുറച്ച് വൈകിയാലും നിങ്ങളെത്താ വിജയം എത്തുന്നുണ്ടാകും. ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോ ഡയമണ്ട്. താങ്ക് യു. സി യു ഓൺ ടോപ്പ് ആൻഡ് ജയ് മൈ ലൈഫ്, ജയ് സക്സസ് ബറി. താങ്ക് യു. മീറ്റിംഗ് കഴിഞ്ഞതായിട്ട് അറിയിക്കുന്നു. കാര്യം സമയം. ഓക്കെ, താങ്ക് യു.